സെയിന്റ് ആന്റണീസ് കമ്മ്യൂണിക്കേഷൻസ് അവതരിപ്പിക്കുന്ന മൂന്നാമത്തെ നാടകം വിശുദ്ധ പത്രോസ്. ആദിയിൽ വചനമുണ്ടായി, വചനം രൂപമായി, പ്രപഞ്ചം ഉരുവായി. മന്വന്തരങ്ങളും കൽപ്പാന്തങ്ങളും യുഗങ്ങളും കടന്നുപോയി. പാപാന്ധകാരത്തിൽ മുങ്ങിത്താണ് മനുഷ്യകുലത്തിനെ കരകയറ്റുവാൻ കരുണാമയനായ ദൈവം സ്വന്തം പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. ക്രിസ്തു അധികാര വലയത്തിൽ ഭ്രമണം ചെയ്യുന്ന ഭരണാധിപന്മാരുടെയും ദൈവത്തിന്റെ പേരിൽ സ്വന്തം നീതി നടത്തുന്ന പുരോഹിത പ്രമുഖന്മാരുടെയും ഉപജാപവൃന്ദങ്ങളുടെയും മനസ്സ് തിന്മയുടെ തമസ്സുകൊണ്ട് തിങ്ങി നിറഞ്ഞിരുന്നതിനാൽ ക്രിസ്തുവെന്ന സത്യപ്രകാശം കടന്നു ചെല്ലാൻ അവരുടെ മനസ്സിന്റെ കവാടം തുറന്നില്ല. അവർ യേശുവിനെ കുരിശിലേറ്റി. എന്നാൽ പിതാവായ ദൈവം പുത്രനെ മരണത്തിന് വിട്ടുകൊടുത്തില്ല. മരിച്ചു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു തന്റെ ശിഷ്യഗണത്തിന് പ്രത്യക്ഷപ്പെട്ടു. ശിഷ്യഗണത്തിൽ പ്രമുഖനായിരുന്ന ശിമയോനെ യേശു കൂടുതലായി സ്നേഹിച്ചിരുന്നു. അവന് പത്രോസ് എന്ന പേര് നൽകി. ഞങ്ങൾ ആരംഭിക്കുന്നു വിശുദ്ധ പത്രോസ്. നാടകരചന ജെയിംസ് കോരമംഗലത്ത്. നാടക സംവിധാനം ടോമി അറയ്ക്കൽ. പത്രോസ്, നിന്റെ ഗുരുവും കർത്താവുമായ യേശുവിന്റെ സ്നേഹത്തിന് പകരമായി നീ എന്തു ചെയ്തു? ഇല്ല, ഞാനൊന്നും ചെയ്തില്ല. നിന്റെ മനസ്സിനെ കീറി മുറിച്ച് അളന്നു കുറിച്ചവനാണ് ഗുരുനാഥൻ. അജഗണത്തിനിടയനായും ശിഷ്യഗണത്തിന് നേതാവായും യേശു നിന്നെ അവരോധിച്ചു. ഇത് ഗുരുവിന് നിന്നോട് സ്നേഹവും വിശ്വാസവും ഉള്ളതുകൊണ്ടാണ്. ഈ വിശ്വാസത്തിന്റെ മാറ്റുരയ്ക്കാൻ അവസരമുണ്ടായിട്ടും പത്രോസ് എന്ന ശിഷ്യൻ ഗുരുവിന് എന്ത് ദക്ഷിണയാണ് നൽകിയത്? ഇല്ല ഇല്ല, ഞാൻ ഒന്നും നൽകിയില്ല. ക്രിസ്തു ഗത്സമൻ തോട്ടത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അല്പനേരമെങ്കിലും ഉറങ്ങാതിരിക്കാൻ ഗുരു ആവശ്യപ്പെട്ടെങ്കിലും പത്രോസായ നിനക്ക് അതിന് സാധിച്ചോ? ഇല്ല, എനിക്ക് സാധിച്ചില്ല. പീലാത്തോസിന്റെ ഭവനത്തിൽ വെച്ച് നീ ആ നസറായന്റെ ശിഷ്യനല്ലേ എന്ന് വെറുമൊരു പരിചാരിക ചോദിച്ചപ്പോൾ അല്ല എന്ന് പറഞ്ഞു. ഒന്നല്ല, 3 തവണ ഞാൻ അവനെ അറിയുകയില്ല എന്ന് നിഷേധിച്ചു പറഞ്ഞു. നീ ക്രിസ്തുവിന്റെ പ്രഥമ ശിഷ്യനാകാൻ യോഗ്യനാണോ? പത്രോസ് എന്ന സ്ഥാനപ്പേരിന് അർഹനാണോ? അല്ല അല്ല അല്ല. പൈശാചികത്വം നിറഞ്ഞ ചെന്നായ്ക്കളെപ്പോലെ പടയാളികൾ യേശുവിനെ ക്രൂരമായി മർദ്ദിച്ചപ്പോൾ, ഭാരമേറിയ കുരിശുമായി തളർന്നു വീണപ്പോൾ, തൊണ്ട വരണ്ട് ഒരിറ്റ് വെള്ളത്തിന് വേണ്ടി ചുണ്ടുകൾ വിറച്ചപ്പോൾ പ്രിയ ശിഷ്യനായ പത്രോസിന്റെ സാമീപ്യം അവിടുന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാകും. എന്നാൽ നീ എന്തു ചെയ്തു? ഇല്ല ഇല്ല, ഒന്നും ചെയ്യുവാൻ എനിക്ക് കഴിഞ്ഞില്ല. ചമ്മട്ടി അടികൊണ്ട് ചിന്നിച്ചെറിയ ശരീരത്തിൽ നിന്നും വാർന്നൊലിച്ച ചോരയിൽ കുളിച്ച് അസഹനീയമായ നൊമ്പരം കൊണ്ട് പിടയുന്ന നിന്റെ ഗുരുനാഥനെ ഒരു നോക്ക് നീ കണ്ടോ? ഇല്ല ഇല്ല. ഇല്ല. എങ്കിൽ നീ കാണുക, ഇതാ നിന്റെ ഗുരുനാഥൻ. എന്റെ ഗുരുവേ! ഞാൻ പാപിയാണ്. അവിടുന്ന് എന്റെ ഗുരുവാണെന്ന് പറയാൻ കഴിയാത്ത ഭീരുവായി പോയി. ഞാൻ പാപിയാണ്. എന്നോട് പൊറുക്കണേ. അവിടുന്ന് എന്നോട് പൊറുക്കണേ. ഗുരുവേ, അവിടുന്ന് എന്നോട് പൊറുക്കണേ. നാഥ, നാഥ, അങ്ങ്? മാർത്ത, ഞാൻ എനിക്കറിയാം. ഗുരുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ അങ്ങയെ വല്ലാതെ വേദനിപ്പിക്കുന്നു. അതേ മാർത്ത, നീ പറഞ്ഞതാണ് സത്യം. യേശുവിന്റെ വാക്കുകളും പ്രവൃത്തികളും
എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു. മറ്റുള്ളവരെക്കാൾ കൂടുതലായി അങ്ങയെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തു യേശുനാഥൻ. എന്നിട്ട് ഞാൻ എന്തു ചെയ്തു? ആ സ്നേഹം തിരിച്ചു കൊടുക്കുവാനോ ആ വിശ്വാസത്തിന്റെ ആഴത്തിനൊത്ത് ഗുരുവിന്റെ വേദനകളിൽ, നിസ്സഹായതകളിൽ സഹായിക്കുവാൻ എനിക്ക് സാധിച്ചില്ല. എന്നിലേൽപ്പിച്ച വിശ്വാസത്തിനും സ്നേഹത്തിനും കളങ്കം ചാർത്തിയവനാണ് ഞാൻ. പാപികളോട് ക്ഷമ കാണിക്കുന്നവനാണ് യേശുനാഥൻ. അവിടുന്ന് നമ്മുടെ തെറ്റുകളും തീർച്ചയായും ക്ഷമിക്കും. പശ്ചാത്തപിക്കുന്നവരോട് യേശുനാഥൻ കരുണ കാണിക്കും. അങ്ങയുടെ തെറ്റുകളും വീഴ്ചകളും മനസ്സിലാക്കിയവനാണ് ഗുരുനാഥൻ. കടലും കടപ്പുറവും മാത്രം അറിവായിട്ടുള്ള മീൻപിടുത്തക്കാരെ നമ്മളെ ശിഷ്യന്മാരെ സ്വീകരിച്ചില്ലേ? മനുഷ്യരെ പിടിക്കുന്നവരാക്കാമെന്ന് ഗുരുനാഥൻ പറഞ്ഞപ്പോൾ അതിന്റെ പൊരുൾ എന്തെന്ന് പോലും ഗ്രഹിക്കാൻ കഴിവില്ലാത്തവരായിരുന്നു നമ്മൾ. എങ്കിലും ഏതോ അജ്ഞാത ശക്തിയുടെ ആജ്ഞ അനുസരിച്ച പോലെ വലയും വഞ്ചിയും എല്ലാം ഉപേക്ഷിച്ച് നാം യേശുവിന്റെ പിന്നാലെ പോയി. എത്രയോ വിവേകമുള്ളവർ ഇവിടെ ഉണ്ടായിരുന്നു. എന്നിട്ടും ഒരു വിവരവുമില്ലാത്ത നമ്മെ ഗുരുനാഥൻ തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണ്? വിശ്വാസവും ഹൃദയ നൈർമല്യവും അതായിരുന്നു അവിടുന്ന് നിങ്ങളിൽ കണ്ടത്. ആ വിശ്വാസം ഉറപ്പിക്കാനോ അവിടുത്തെ മഹത്വം വെളിപ്പെടുത്താനോ എത്രയോ അത്ഭുതങ്ങളാണ് നമ്മുടെ ഗുരുവും കർത്താവുമായ യേശുനാഥൻ ചെയ്തത്. ജ്യേഷ്ഠനോടുള്ള പ്രത്യേക സ്നേഹം പ്രകടിപ്പിക്കാൻ ചെയ്ത ഒരു അതിശയിപ്പിക്കുന്ന കൃത്യം ജ്യേഷ്ഠത്തെ ഓർക്കുന്നില്ലേ? തീർച്ചയായും. എല്ലാം എന്റെ മനസ്സിൽ ഗലീലി കടലിലെ ഓളങ്ങൾ പോലെ ഒന്നിനു പിറകെ ഒന്നായി അലയടിക്കുകയാണ്. ഒരിക്കൽ ദേവാലയത്തിന് നികുതി പിരിപ്പിക്കുന്ന യഹൂദൻ, ശീമോനെ, നീയും ഗുരുവും നികുതിപ്പണം കൊടുക്കുന്നില്ലേ എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞെങ്കിലും ഇദ്ദേഹത്തിന്റെ പക്കൽ പണമൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് മനസ്സിലാക്കിയ യേശുനാഥൻ തന്റെ ആത്മമിത്രത്തിനു വേണ്ടി ഒരു അത്ഭുതം ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങ് ഓർക്കുന്നില്ലേ ഗുരുനാഥൻ അങ്ങേക്ക് വേണ്ടി ചെയ്ത ആ അത്ഭുതം? എനിക്ക് ജീവൻ ഉള്ളിടത്തോളം കാലം യേശുവിന്റെ ഓരോ വാക്കുകളും പ്രവൃത്തികളും ജീവന്റെ തുടിപ്പുകളായി എന്നും എന്റെ മനസ്സിൽ നിലനിൽക്കും. അങ്ങയ്ക്ക് വേണ്ടി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തവനാണ് ഗുരുനാഥൻ. ആ സ്നേഹത്തിന് പകരം വയ്ക്കാൻ അവസരങ്ങൾ ഉണ്ടായിട്ട് മുഖം തിരിച്ചു കളഞ്ഞവനാണ് ഞാൻ. ആപത്തിൽ സഹായിക്കാത്തവൻ സ്നേഹിതനല്ല. അവരെന്റെ സ്നേഹം ചൂഷണം ചെയ്യുന്നവൻ സ്വാർത്ഥനാണ്. സ്വയം കുറ്റപ്പെടുത്തി മനസ്സിനെ മുറിപ്പെടുത്തണ്ട. യേശു ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് ആദ്യമായി പറഞ്ഞത് പത്രോസായ അങ്ങയുടെ നാവുകൊണ്ടാണ്. ആ വാക്കുകൾ സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ജീവൻ ബലി കഴിക്കേണ്ടി വന്നാലും ആ വിശ്വാസം ഞാൻ നിലനിർത്തും. വെറും മീൻപിടുത്തക്കാരായി അവഗണിക്കപ്പെട്ട് കിടന്നിരുന്ന നമ്മൾ എല്ലാം ഉപേക്ഷിച്ച് യേശുവിന്റെ പിന്നാലെ പോയി. അവൻ നമുക്ക് അറിവും പ്രകാശവും നൽകി. എന്റെ സഹോദരന്റെയും പ്രിയപ്പെട്ടവളുടെയും പ്രത്യാശ ഉളവാക്കുന്ന വാക്കുകൾ സഫലമാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുവരെ നമ്മുടെ പരമ്പരാഗത തൊഴിൽ ചെയ്യുവാൻ ഞാൻ തീരുമാനിച്ചു. അങ്ങയുടെ എല്ലാ തീരുമാനങ്ങൾക്കും പ്രവർത്തികൾക്കും തുണയായി ഞാൻ ഒപ്പമുണ്ടാകും. ഞാൻ ഒരിക്കലും ജ്യേഷ്ഠന്റെ തീരുമാനത്തിന് എതിര് നിന്നിട്ടില്ല. അങ്ങയുടെ തീരുമാനം ഇതാണെങ്കിൽ ഞാനും ജ്യേഷ്ഠന്റെ കൂടെയുണ്ട്. യാക്കോ, യോഹന്നാൻ, എന്തെങ്കിലും പുതിയ വാർത്തകൾ അറിയാൻ കഴിഞ്ഞു? ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കുറിച്ചുള്ള വാർത്തകൾ പ്രധാന പുരോഹിതന്മാരും യഹൂദ പ്രമാണികളും വളരെ ഗൗരവത്തോടു കൂടിയാണ് ചർച്ച ചെയ്യുന്നത്. അവരുടെ അധികാരത്തിനും പ്രമാണിത്വത്തിനും മങ്ങലേൽക്കുമോ എന്നാണ് അവർ ഭയപ്പെടുന്നത്. അന്നാസും കയ്യപ്പാസും ഒക്കെ നമ്മളുടെയും ജനങ്ങളുടെയും നീക്കം ശ്രദ്ധിക്കാൻ ചാരന്മാരെ അയച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത്. യേശുനാഥന്റെ ഉയർത്തെഴുന്നേൽപ്പ് അവന്റെ ശിഷ്യന്മാർ കെട്ടിച്ചമച്ചതാണെന്നാണ് പുരോഹിതന്മാർ പറഞ്ഞു പരത്തുന്നത്. പത്രോസ്, നീ വീണ്ടും വല വീശാൻ ഒരുങ്ങിയിരിക്കുകയാണല്ലോ. ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചു വരുത്തിയത്? യാക്കോബ്, ഇനി മുതൽ ഞാൻ പത്രോസ് അല്ല. അപ്പോൾ ഞങ്ങൾ ഈ കാണുന്നത് നമുക്കാണോ ഇവനാണോ ബുദ്ധിഭ്രമം? അന്ത്രയോസ്, ഈ പത്രോസിന് എന്തു പറ്റി? അന്ത്രയോസിനും എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ. ഇല്ല, അവനൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ ആർക്കാണ്? ഞങ്ങൾക്കാണോ? എനിക്ക് തന്നെ. അയോഗ്യനായ എനിക്ക് കിട്ടിയ പത്രോസ് എന്ന സ്ഥാനപ്പേര്, കേപ്പ എന്ന് കൽപ്പിച്ച് കിട്ടിയ മഹത്വം, അറിവോ
വിദ്യാഭ്യാസമോ ഇല്ലാത്ത എനിക്ക് ചേർന്നതല്ല ആ പേര്. ഞാൻ വെറും ശിമയോ, ഒരു മുക്കുവൻ മാത്രം. നിന്റെ ഈ മനംമാറ്റം നിന്റെ സ്വഭാവത്തിന്റെ ഭാഗം തന്നെ. ഇവനെ നേതാവായി നമ്മുടെ ഗുരു തിരഞ്ഞെടുത്തപ്പോൾ തന്നെ ഞാൻ മനസ്സിൽ കരുതിയതാണ് ഇവൻ നേതൃസ്ഥാനത്തിന് യോജിച്ചതല്ലെന്ന്. എങ്കിലും യേശുനാഥന്റെ കൽപ്പനയ്ക്ക് എതിര് പറയരുതല്ലോ എന്ന് വിചാരിച്ച് ഒന്നും മിണ്ടാതെ നിന്നുവെന്ന് മാത്രം. യോഹന്നാൻ, ഒരു കലഹത്തിനുള്ള വിത്ത് വിതയ്ക്കരുത്. ഞാൻ കലഹിക്കാൻ പറഞ്ഞതല്ല, ഈ ശിമയോന്റെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ട് പറഞ്ഞതാണ്. യോഹന്നാൻ പറഞ്ഞതും ശരിയാണ്. മീൻ പിടിക്കാൻ മാത്രം അറിയുന്ന ഒരു മുരടൻ മുക്കുവനെ യേശു മനുഷ്യരെ പിടിക്കുന്നവനാക്കി. അവൻ അർഹിക്കാത്ത സ്ഥാനവും കൊടുത്തു. ഇത്രയും നാൾ ഗുരുവിന്റെ തണലിൽ നേതാവായി. ഗുരു നമ്മെ വിട്ടുപോയപ്പോൾ അവന്റെ സ്ഥാനവും പോയി. അവൻ ആ പഴയ ശമയോനായി. അതെ, ഞാൻ പഴയ ശിമയോൻ തന്നെ. പക്ഷേ ഉയർത്തെഴുന്നേറ്റ യേശു നമ്മുടെ കൂടെ തന്നെയുണ്ട്. അവന്റെ സാമീപ്യം ഞാൻ തിരിച്ചറിയുന്നു. അവനെ ഒന്ന് നോക്കാനുള്ള കരുത്തെനിക്കില്ല. എനിക്കതിന് കഴിയില്ല. ഞാൻ എന്റെ തൊഴിൽ ചെയ്യാൻ പോകുന്നു. നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ എന്റെ കൂടെ വരാം. പത്രോസ്, വേണ്ട, ഇനി എന്നെ ആരും അങ്ങനെ വിളിക്കണ്ട. ശിമയോൻ, യോനായുടെ പുത്രനായ ശിമയോൻ. എങ്കിൽ ഞങ്ങളും നിന്റെ കൂടെ വരാം. ഹേ ഹേ, ഞങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് നിങ്ങൾ മാത്രം തോണി ഇറക്കുന്നു. അത് ശരിയാണ്. ഞങ്ങളെ കുറച്ചു സമയം കൂടി കാത്തിരുന്നും കൂടെ. അതെങ്ങനെ? ക്ഷമ എന്തെന്ന് ഇവനെ എഴുതി പഠിപ്പിക്കണം. മുക്കുവന്റെ മൂക്കത്തല്ലേ ദേഷ്യം. കളിതമാശ പറയാതെ ഒന്ന് തോണി ഇറക്കണം. ഇന്നലെ രാത്രി മുഴുവൻ നാം വലവീശിയിട്ടും ഒറ്റ മത്സ്യം പോലും കിട്ടിയില്ല. കടലമ്മ കനിഞ്ഞില്ലെങ്കിൽ മുക്കുവന്റെ കുടുംബം കഥനക്കടലാകും. ഇതുപോലെ പകലന്തിയോളം മലയെറിഞ്ഞിട്ടും ഒന്നും കിട്ടാതെ വെറും കൈയോടെ നമ്മൾ പോന്നിട്ടില്ലേ? തീർച്ചയായും. പക്ഷേ കടല് മുക്കുവനെ കൈവിടില്ല. കാറ്റും മഴയും തിമിർത്ത് നിൽക്കുമ്പോഴും നമുക്ക് വല നിറയെ മീൻ കിട്ടിയിട്ടുണ്ട്. അതെ, അത് ശരിയാണ്. ആകാശത്ത് കാണുന്ന നക്ഷത്ര തരികൾക്ക് സ്വർണത്തിന്റെ നിറം. ആ കടല് കാണാൻ നല്ല ചന്തം. ഓ, നല്ല തണുപ്പുള്ള കാറ്റ്. ദേവദാരു പൂത്ത മണം അല്ലേ? അതെ അതെ. വിശന്നിട്ട് എന്റെ വയറ് കത്തണം. അപ്പോഴാണ് ഓരോരുത്തരുടെ ഒരു കിന്നാരം. ഓ ഓ, നമ്മുടെ കയ്യിൽ ഒറ്റ അപ്പക്കഷ്ണം പോലും ഇല്ലാതായി പോയല്ലോ. വരൂ, നേരം പുലരുന്നതിന് മുമ്പേ നമുക്ക് വഞ്ചി ഇറക്കി നോക്കാം. അതെ അതെ, വേഗമാവട്ടെ. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പക്കൽ മീൻ വല്ലതുമുണ്ടോ? ഇല്ല. രാത്രി മുഴുവൻ വല വീശിയിട്ടും ഒറ്റ മത്സ്യം പോലും ലഭിച്ചില്ല. ഇല്ല, ഒന്നും കിട്ടിയില്ല. വള്ളത്തിന്റെ വലതുവശത്ത് വലയിടുക. അപ്പോൾ നിങ്ങൾക്ക് മീൻ കിട്ടും. അത് കർത്താവാണ്. അതെ, അത് കർത്താവാണ്. വന്ന് പ്രാതൽ കഴിക്കുവിൻ.
യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ഉപകർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. എന്റെ ആടുകളെ നീ മേയ്ക്കുക. യോനായുടെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഉപകർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എന്റെ കുഞ്ഞാടുകളെ നീ മേയ്ക്കുക. യോനായുടെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? കർത്താവേ, നീ എല്ലാം അറിയുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നു. പത്രോസേ, നീ പാറയാകുന്നു. ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. യേശു മരിച്ചു ഉയർത്തെഴുന്നേറ്റ വാർത്ത ഭരണാധികാരികളുടെ ഉറക്കം കെടുത്തിയിരിക്കുകയാണ്. പ്രധാന പുരോഹിതരും ഫരിസേയരും ഗൂഢാലോചന തുടങ്ങി. എങ്ങനെ ജനങ്ങളെ ക്രിസ്തുവിനെതിരെ അണിനിരത്താമെന്നാണ് അവർ ചിന്തിക്കുന്നത്. ശിഷ്യന്മാരുടെ ചലനങ്ങൾ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കാൻ ചാരന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റെന്ന വാർത്തയാണ് അവരെ അത്ഭുതപ്പെടുത്തുന്നത്. അത് കള്ളപ്രചരണമാണെന്നാണ് അവർ പറഞ്ഞു പരത്തുന്നത്. സത്യം എത്ര നാൾ മൂടിവെക്കാനാകും? എതിർപ്പുകൾ കൂടുന്തോറും അതിന്റെ നേരറിയുവാനുള്ള വ്യഗ്രത ജനങ്ങളിലുണ്ടാകും. സത്യം പുരമുകളിൽ നിന്ന് വിളിച്ചു പറയുന്ന ഒരു കാലം വരും. എന്താ രഹസ്യയോഗം വല്ലതും കൂടുകയാണോ? ഞങ്ങൾ രഹസ്യയോഗങ്ങൾ കൂടാറില്ല. ഞങ്ങളുടെ യോഗങ്ങളിൽ പറയുന്നത് ഇസ്രായേൽ ജനങ്ങൾ മുഴുവനും അറിയേണ്ട കാര്യങ്ങളാണ്. പക്ഷേ അത് കേൾക്കുവാനുള്ള മനസ്സ് നിങ്ങളെപ്പോലുള്ളവർക്കില്ലല്ലോ. കേൾക്കാൻ മനസ്സിലാത്തത് പോകട്ടെ, പറയുന്നവർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച് അക്രമം അഴിച്ചുവിടാനല്ലേ ശ്രമിക്കുന്നത്. എന്നിട്ട് അക്രമത്തിന്റെ ഉത്തരവാദിത്തം ഞങ്ങളുടെ മേൽ കെട്ടിവെച്ച് ജനങ്ങളെ കൊണ്ട് ഞങ്ങളെ കല്ലെറിയിപ്പിക്കുക. അതാണ് നിങ്ങളുടെ ഉദ്ദേശം. ആ പറഞ്ഞതാണ് ശരി. ഞങ്ങളെ പോലെയുള്ളവർക്ക് അസ്രയം പറയണമെന്ന് മനസ്സിലാക്കാനുള്ള കഴിവില്ല. നസറേനായ യേശുവിന് ചുങ്കക്കാരെതിരല്ല. ചുങ്കക്കാരെയും പാപികളെയും ഇഷ്ടപ്പെടുന്നവനാണ് യേശു. ഞങ്ങൾ തലമുറകളായി ചുങ്കക്കാരായി പോയി. ജീവിക്കണ്ടേ? അതെ 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 അതെ. കഴിച്ചിട്ടിറക്കാനും മതിരിച്ചിട്ട് തുപ്പാനും വയ്യ. അല്ല, യേശു ഉയർത്തെഴുന്നേറ്റുന്നാള നിങ്ങളൊക്കെ പറയണത്. അത് നേരാണോ? അതെ, അതാണ് സത്യം. അവൻ ദൈവപുത്രനാണെന്നല്ലേ നിങ്ങളെല്ലാം പറയുന്നത്? ദ്രോഹിക്കാൻ വന്നവരെ ദിവ്യശക്തിയുണ്ട് നശിപ്പിക്കാമായിരുന്നില്ലേ? കയ്യങ്കാട് ഉയർത്തിയിട്ട് നശിക്കട്ടെ എന്നൊരു വാക്കു പറഞ്ഞിരുന്നെങ്കിൽ അവന്മാരൊക്കെ ഭസ്മമായി പോയേനെ. യേശു ചെയ്ത അത്ഭുതങ്ങൾ നിങ്ങളും കണ്ടതല്ലേ? പിന്നില്ലേ, മരിച്ചുപോയ ലാസറിനെ ഉയർപ്പിച്ചു. കുരുടനെ, മുടന്തനെ, കുഷ്ഠരോഗിയെ വരെ സുഖപ്പെടുത്തി. അങ്ങനെ എത്രയെത്ര അത്ഭുതങ്ങളാ അവൻ ചെയ്തത്. എന്നിട്ടും നിങ്ങൾക്ക് വിശ്വാസമായില്ല. പിന്നില്ലേ, എനിക്ക് വിശ്വാസമായി. എടാ, നിന്റെ കഴുത്തിന് മീതെ തല കാണൂല. പറഞ്ഞത് മനസ്സിലായടാ കഴുത. മനസ്സിലായി മനസ്സിലായി. ഞാൻ ഓർക്കാതെ പറഞ്ഞു ഏതാണേ മാനെ. നമുക്ക് ചുങ്കം പിരിച്ചിട്ട് പോകാം. ഇവിടെ നിന്നാൽ ഞാൻ ചിലപ്പോ യുവമാരുടെ കൂടെ പോകേണ്ടി വരും. ആ, അതാണ് നിനക്ക് നല്ലത്. നിങ്ങൾ കൃത്യമായി നികുതി കൊടുക്കാറില്ലേ? ഞങ്ങൾ കൃത്യമായി നികുതി കൊടുക്കുന്നവരാണ്. സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണക്കുകൾ പരിശോധിച്ച് നോക്കാം. എടാ, ഇതൊന്ന് വായിച്ചു നോക്കിയേ. ഇതിലൊന്നും കാണുന്നില്ലല്ലേ ഏമാനെ? ഏമാൻ എഴുതാൻ വിട്ടുപോയതായിരിക്കും. ഓ, നിനക്ക് എഴുതാനും വായിക്കാൻ അറിയില്ലല്ലേ? ഓ, ഞാൻ ആ കാര്യം മറന്നുപോയി. അറിയാൻ പാടില്ലെങ്കിലും തിരിച്ചു മറിച്ച് നോക്കും കഴുത. അന്നാ ഏമാനൊന്ന് വായിച്ചേ. എടാ, നീ എന്നെ ചോദ്യം ചെയ്യുന്നു. ഏമാനെ, നമുക്ക് രണ്ടുപേർക്കും തലയിലെഴുത്തില്ല. ഈ കുറിപ്പടി ഏമാന്റെ ഭാര്യ എഴുതിയതല്ലേ?
ഏമാനൊടുക്കത്ത ഓർമ്മശക്തി ഉള്ളതുകൊണ്ടാണല്ല എന്റെ ഏമാൻ രക്ഷപ്പെട്ടു പോണത്. ഏത് കണക്കും 10 കൊല്ലം കഴിഞ്ഞ് ഉറക്കത്തിൽ കിടക്കുമ്പോ ചോദിച്ചാലും എന്റെ ഏമാനെ മണമണാന്ന് പറയും. പ്രത്യേകിച്ച് ഈ പത്തിച്ചാലും അല്ലേ മാനെ. മതി മതി, എന്റെ ഓർമ്മയിൽ നിങ്ങൾക്ക് കുടിശ്ശിയൊന്നുമില്ല. ഓർമ്മയില്ലെങ്കിൽ ഇനി ഓർക്കണ്ട. മതി, നടക്കണ കഴുത. എന്തു ചെയ്യാം? ഭരണാധികാരികളെ ഭയന്ന് സത്യത്തിനെതിരെ സാക്ഷ്യം പറയുന്ന പ്രജകൾ. അധികാരം നിലനിർത്താൻ ദൈവത്തിന്റെ നാമത്തിൽ നിയമങ്ങളെ വളച്ചൊടിച്ച് ജനങ്ങളെ തൊൽപ്പടിക്ക് നിർത്തുന്ന പുരോഹിത പ്രമുഖന്മാരും ഭരണാധികാരികളും. അവിടെ നീതിമാന്റെ രക്തം ചീന്തിയപ്പോൾ കൊട്ടാരത്തിന്റെ അകത്തളങ്ങളിൽ മദാരസകളുടെ ഉന്മാദ നൃത്തം ആസ്വദിച്ച് പുതുവീഞ്ഞിന്റെ ലഹരിയിൽ ആർത്തട്ടഹസിക്കുന്ന കിരീടധാരികൾ. പാവം ജനങ്ങൾ, അടിമകൾ. ഇവരുടെ കണ്ണു തുറപ്പിക്കാനും ഇസ്രായേൽ ജനങ്ങളെ ദൈവത്തിന്റെ മാർഗം കാണിച്ചു കൊടുക്കാനുമാണല്ലോ ഗുരുനാഥൻ നമ്മെ ഉപദേശിച്ചത്. ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ നാം ഇനി ഒട്ടും വൈകിക്കേണ്ടതില്ല. ജ്യേഷ്ഠൻ പലപ്പോഴും മൂകനാണ്. ഗുരുനാഥൻ ഏൽപ്പിച്ച ഉത്തരവാദിത്വമെല്ലാം മറന്നതുപോലെയുമാണ്. ഞാനും അത് ശ്രദ്ധിക്കാറുണ്ട്. ഉത്തരവാദിത്വത്തിന്റെ ഗൗരവം അവനെ അസ്വസ്ഥനാക്കുന്നുണ്ട്. എന്തു ചെയ്യണം, എവിടെ തുടങ്ങണം, ഇങ്ങനെ ഒരു നിശ്ചയവും ഇല്ലാതെ മനസ്സ് വിഷമിക്കുകയാണ്. അത്തരം ചിന്തകൾ എന്നെയും അലട്ടുന്നുണ്ട്. എന്നാൽ പത്രോസിനെ സംബന്ധിച്ചിടത്തോളം യേശുവിന്റെ കൽപ്പന പ്രകാരം നമ്മുടെ ഇടയനായി അവരോധിക്കപ്പെട്ടവനാണ്. ഒരു നേതാവിന് വേണ്ട സാമാന്യ വിദ്യാഭ്യാസം പോലുമില്ല എന്നുള്ള തോന്നലാകാം ഒരുപക്ഷെ ഈ മൂകതയ്ക്ക് കാരണം. യൂദാസ് പലപ്പോഴും ശിമയോന്റെ ഈ ബലഹീനത മുതലെടുത്ത് അവരെ രൂക്ഷമായി വിമർശിക്കാറുണ്ടായിരുന്നു. യോഹന്നാൻ യാദൃശ്ചികമായിട്ടാണെങ്കിലും യൂദാസിന്റെ പേര് പരാമർശിച്ചത് ഉചിതമായി. അതെ, യൂദാസിന്റെ ആത്മഹത്യക്ക് ശേഷം അവന് പകരം മറ്റൊരാൾ നാം ഇന്ന് കണ്ടെത്തുകയാണ്. നമ്മളിൽ ഒരാളായിരുന്ന യൂദാസിനെ ഒന്ന് സ്മരിക്കുന്നത് നന്നായിരിക്കും. എന്ത് പറയുന്നു ഫിലിപ്പോസ്? അതെ, യോഹന്നാൻ പറഞ്ഞതുപോലെ യൂദാസ് ശിമയോനെ രൂക്ഷമായി വിമർശിച്ചിരുന്നു എന്നുള്ളത് ശരിയാണ്. അതിന് കാരണം യൂദാസിന് മറ്റൊരു കാഴ്ചപ്പാടായിരുന്നു. പത്രോസിന് ഗുരുനാഥൻ നമ്മുടെ ഇടയനായി പ്രഖ്യാപിച്ചതിലുള്ള അസൂയ. എന്തുകൊണ്ടും പത്രോസിനേക്കാൾ യോഗ്യത തനിക്കാണെന്നുള്ള വിചാരം യൂദാസിനുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിലും യേശു ഗുരുവും കർത്താവുമാണെന്ന് യൂദാസ് ഉറപ്പായി വിശ്വസിച്ചിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവനും സാമൂഹ്യ ബോധമുള്ളവനുമായിരുന്നു യൂദാസ്. അതുകൊണ്ടാണല്ലോ മഗ്ദലേനക്കാരി മറിയം ഗുരുവിന്റെ പാദങ്ങൾ വിലപിടിച്ച തൈലം കൊണ്ട് പൂശിയപ്പോ അത് 300 വെള്ളിക്കാശിന് വിൽക്കാൻ കഴിയുമെന്ന് ഉടനെ കണക്കൂട്ടി പറയാൻ കഴിഞ്ഞത്. പണം ദുർവിനിയോഗം ചെയ്യാതെ മനുഷ്യരുടെ നന്മക്കായി ഉപയോഗിക്കണമെന്ന സാമൂഹ്യ അവബോധമുള്ളവനുമായിരുന്നുവെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. യേശു യൂദാസിനെ അപ്പോസ്തലനായിട്ടാണ് തെരഞ്ഞെടുത്തത്. വലിയ ആദർശവും മാന്യതയും കഴിവുമുള്ള വ്യക്തിയായി ഗുരുനാഥൻ യൂദാസിനെ കണ്ടു. മറ്റു ശിഷ്യന്മാരെ പോലെ യേശുവിനെ അനുഗമിക്കുവാൻ അവനും സർവ്വതും ഉപേക്ഷിച്ചു. അവന്റെ ദിവ്യമൊഴികൾ കേൾക്കുകയും ചെയ്തു. ഗുരു ചെയ്ത അത്ഭുതങ്ങൾക്ക് യൂദാസും ദൃക്സാക്ഷിയായിരുന്നില്ലേ? മാത്രമല്ല, സുവിശേഷം പ്രസംഗിക്കുവാൻ യേശു അവനെയും പറഞ്ഞയച്ചു. പക്ഷേ അവൻ എവിടെയാണ് പാളിച്ചു പറ്റിയത്? ഗുരുവിന്റെ ശിഷ്യത്വം ശിരസ വഹിച്ചുകൊണ്ട് തന്നെ യേശു ഒരു ഭൗതിക രാജ്യം സ്ഥാപിക്കുമെന്ന ലൗകിക ചിന്ത വീക്ഷണം അവനിൽ മുളപൊട്ടിയിരുന്നു എന്നതാണ് അവന്റെ അവസാന പ്രവൃത്തിയിൽ നിന്നും മനസ്സിലായത്. നമ്മളിൽ ആർക്കും അവൻ ഇത് ചെയ്യുമെന്ന സംശയമോ അവിശ്വാസമോ ഉണ്ടായിരുന്നില്ല. അന്ത്യ അത്താഴ സമയത്ത് നിങ്ങളിൽ ഒരുത്തൻ എന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് ഗുരുനാഥൻ പറഞ്ഞപ്പോൾ നമ്മൾ ആരും യൂദാസിനെ സംശയിച്ചില്ല.
എല്ലാവർക്കും യേശുക്രിസ്തുവിൽ സമാധാനം. ഗുരുനാഥനെ ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുത്ത യൂദാസിനെ കുറിച്ചാണല്ലോ നിങ്ങൾ സംസാരിക്കുന്നത്. അതെ, ഇന്ന് യൂദാസിന് പകരം മറ്റൊരു അപ്പോസ്തലനെ നാം തെരഞ്ഞെടുക്കുകയാണല്ലോ. അവനെ കുറിച്ച് ഒരു വിലയിരുത്തൽ നടത്തിയെന്ന് മാത്രം. അന്ത്യ അത്താഴ വേളയിൽ സാത്താൻ യൂദാസിൽ പ്രവേശിച്ചു. യേശു സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി അപ്പം വാഴ്ത്തി യൂദാസിന് കൊടുത്തിട്ട് പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾ ഓർക്കുന്നില്ലേ? തീർച്ചയായും നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക. ഇത് കേട്ടയുടൻ യൂദാസ് ഇരുട്ടിലേക്ക് ഓടിപ്പോയി. അതെ, അവനങ്ങനെ ചെയ്യുമെന്ന് നമ്മൾ ആരും കരുതിയിരുന്നില്ല. യേശുവിന്റെ അത്ഭുത പ്രവൃത്തികൾക്ക് ദൃക്സാക്ഷിയായ യൂദാസ് ഗുരുവിനെ രാജാവാക്കി പണവും അധികാരവും നേടാമെന്ന കണക്കുകൂട്ടൽ അവന്റെ മനസ്സിന്റെ താളം തെറ്റിച്ചു. സാത്താൻ അവനിൽ കുടിയേറി. തന്റെ രാജ്യം ഐഹികമല്ലെന്ന് ഗുരുനാഥൻ പലവട്ടം പറഞ്ഞിട്ടുള്ള വാക്കുകൾ ഗ്രഹിക്കാൻ മനസ്സിലെ ഇരുട്ടുകൊണ്ട് അവന് സാധിച്ചില്ല. പിന്നീടുണ്ടായ രംഗങ്ങൾ യൂദാസിന്റെ കണക്കുകൾ തെറ്റിച്ചു. ക്രൂരമായ പീഡനങ്ങളും നിന്ദനങ്ങളും ഏറ്റ് രക്തം വാർന്നു നിൽക്കുന്ന നിസ്സഹായനായ യേശുവിനെ ഒന്ന് നോക്കുവാൻ പോലുമുള്ള കരുത്ത് അവന്റെ മനസ്സിലുണ്ടായില്ല. ഏതൊരു കഠിന ഹൃദയന്റെയും നെഞ്ചു പിളർക്കുന്നതായിരുന്നു ആ കാഴ്ച. സഹിക്കാനാവാതെ പ്രതിഫലം കിട്ടിയ 30 വെള്ളിക്കാശ് മന്ദിരത്തിൽ വലിച്ചെറിഞ്ഞ് പാപബോധം താങ്ങാനാവാതെ കെട്ടിത്തൂങ്ങി നിലത്ത് വീണ് ഉദരം പിളർന്ന് മരിച്ചു. വഞ്ചനയ്ക്ക് കിട്ടിയ ഫലം ചരിത്രത്തിന്റെ ഏടുകളിൽ യൂദാസ് ഒരു കറുത്ത അധ്യായമായിരിക്കും. ആ യൂദാസിനെ കുറിച്ചുള്ള സംഭാഷണമൊക്കെ നമുക്കിവിടെ അവസാനിപ്പിക്കാം. അപ്പസ്തോലന്മാരായ നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുവിൽ സ്വാഗതം. ക്രിസ്തുനാഥൻ മരിച്ചു ഉയർത്തെഴുന്നേറ്റതിന് സാക്ഷികളാകാൻ യേശു തന്നെ നമുക്ക് അനുഗ്രഹം നൽകി. ക്രിസ്തുവിന്റെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാൻ യൂദാസിന് പകരം ഒരാളെ നാം തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. വരിക വരിക, എല്ലാവരും ഗുരുവും കർത്താവുമായ യേശുവിനെ മനസ്സിൽ ധ്യാനിക്കുക. യോഗ്യതയുള്ളവരുടെ പേര് പറയുക. മത്തിയാസ്, ബാർസബാസ്. എല്ലാ മനുഷ്യരുടെയും ഹൃദയങ്ങൾ അറിയുന്ന കർത്താവെ, യൂദാസ് ഉപേക്ഷിച്ചു പോയ അപ്പസ്തോല സ്ഥാനവും ശുശ്രൂഷ പദവിയും സ്വീകരിക്കുവാൻ ഇവർ രണ്ടുപേരിൽ ആരെയാണ് അവിടുന്ന് തിരഞ്ഞെടുക്കുന്നതെന്ന് വ്യക്തമാക്കണമേ. മത്തിയാസ്, എന്റെ കർത്താവും ദൈവവുമായ യേശുവേ, അവിടുത്തെ ശുശ്രൂഷകനായി ഈ ദാസനെ തിരഞ്ഞെടുത്തുവല്ലോ. എന്റെ സർവവും അവിടുത്തെ മുമ്പിൽ സമർപ്പിച്ച് നന്ദി പറയുന്നു. അത്യുന്നതനായ ദൈവപുത്രന് ജന്മം നൽകിയ മാതാവേ, നന്മ നിറഞ്ഞവളെ, യേശുവിന്റെ ശിഷ്യഗണത്തിലേക്ക് സ്വാഗതം. കർത്താവായ ദൈവത്തിന്റെ സമാധാനം നിങ്ങളിൽ നിറയട്ടെ. യേശുവിന്റെ പ്രിയ ശിഷ്യന്മാരെ, നിങ്ങളോട് കൂടി അല്പം നേരം ചെലവഴിക്കണമെന്ന് ഈ ഉള്ളവൾ ആശിക്കുന്നു. അമ്മേ, മാതാവേ, ഞങ്ങൾ ധന്യരായി. ഗുരുനാഥിന്റെ ഉത്ഥാനത്തിന് ശേഷം അവിടുത്തെ തിരുവചനങ്ങൾ ലോകമെങ്ങും അറിയിക്കാൻ ഞങ്ങൾ സദാ ജാഗരൂകരാണ്. പക്ഷേ എന്താണ് നിർത്തിയത്? യേശുനാഥിന്റെ അഭാവത്തിൽ ഞങ്ങളിൽ നിന്ന് ചോർന്നുപോയ ആത്മബലവും ഞങ്ങൾക്കുള്ള അജ്ഞതയും കൊണ്ട് എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിക്കുകയാണ്. ഒന്നും ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ദൈവസന്നിധിയിൽ എളിമയോടെ വർത്തിക്കുക. അവിടുത്തെ ഇംഗിതം നിറവേറ്റാൻ അനുസരണയുള്ളവരായിരിക്കുക. ഗോത്രപിതാക്കന്മാരായ അബ്രഹാം, ദാവീദും മോശയും കർത്താവിനെ ഭയപ്പെടുകയും അനുസരിക്കുകയും ചെയ്തില്ലേ? അത്യുന്നതന്റെ പ്രിയപുത്രന് ജന്മം കൊടുക്കാൻ അവിടുത്തെ എളിയ ദാസിയായി എനിക്ക് ഭാഗ്യം ലഭിച്ചു. അമ്മയായി എനിക്ക് ലഭിച്ച കഥനത്തിന്റെ അനുഭവങ്ങൾ നിങ്ങളും കണ്ടതല്ലേ? അമ്മേ, അവിടുത്തെ കയ്പ് നിറഞ്ഞ കണ്ണുനീരിന്റെ അനുഭവങ്ങൾ ഞങ്ങളും മാനവരാശിയും വേദനയോടെ എന്നും സ്മരിക്കും. യേശു പീഡനങ്ങളേറ്റു പൊളയുമ്പോൾ, രക്തം വാർന്നൊഴുകുമ്പോൾ ഉലയ്ക്ക് കൊണ്ടുപോകുന്ന ചെമ്മരിയാടിനെ പോലെ അവൻ നിശബ്ദമായി കേഴുകയായിരുന്നു.
ഞാനെല്ലാം ദൈവത്തിന് സമർപ്പിച്ചവളാണെങ്കിലും ഒരമ്മയുടെ നെഞ്ചിലൂടെ കടന്നുപോയ കഥനത്തിന്റെ ഇടിവാൾ ഹൃദയത്തെ രണ്ടായി ഭേദിച്ചു. ആ തേങ്ങലിന്റെ മാറ്റൊലി ഇസ്രായേലിന്റെ ഓരോ മണൽത്തരിയും ഏറ്റുവാങ്ങി. ഭൂമി ഉള്ളിടത്തോളം ആ ആർത്തനാദത്തിന്റെ അലിവലി നിലയ്ക്കുകയില്ല. എങ്കിലും ഞാൻ സന്തോഷവതിയാണ്. സർവശക്തന്റെ ഇംഗിതം നിറവേറ്റാൻ ഈ ദാസി ഒരു ഉപകരണമായല്ലോ. യേശു നിങ്ങളിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിറവേറ്റുക. അതിനായി ഏക മനസ്സോടെ എല്ലാവരും പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വന്ന് നിറയട്ടെ എന്ന് അവിടുത്തെ ഈ എളിയ ദാസി പ്രാർത്ഥിക്കുന്നു. അമ്മേ മരിയാമ്പികേ, ഞങ്ങൾ ധന്യരായി. എന്തൊരത്ഭുതം! സാമാന്യ വിദ്യാഭ്യാസം പോലുമില്ലാത്തവർ വിവിധ ഭാഷകൾ സംസാരിക്കുന്നത് കേട്ടില്ലേ? യേശു മരിച്ചു ഉയർത്തെഴുന്നേറ്റെന്നാണ് യേശുവിന്റെ ശിഷ്യന്മാരായ അവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവന്റെ അത്ഭുതം തന്നെയായിരിക്കും നമ്മളവിടെ കണ്ടത്. എന്തത്ഭുതം! അവന്മാർക്കൊക്കെ പുതുവീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ചിരിക്കുകയാണ്. ജെറുസലേമിൽ വസിക്കുന്നവരെ ഇത് മനസ്സിലാക്കുവിൻ. ഞങ്ങൾ ലഹരി പിടിച്ചവരല്ല. കാരണം ഇപ്പോൾ ദിവസത്തിന്റെ 3-ാം മണിക്കൂറല്ലേ ആയിട്ടുള്ളൂ. യേശു നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച അത്ഭുതകൃത്യങ്ങൾ, അടയാളങ്ങൾ, ദൈവവചന പ്രഘോഷണങ്ങൾ എന്നിവ കൊണ്ട് അവൻ ദൈവപുത്രനാണെന്ന് സാക്ഷ്യപ്പെടുത്തി. ദൈവത്തിന്റെ നിശ്ചല പദ്ധതിയും പൂർവ്വജ്ഞാനവും അനുസരിച്ച് അവനെ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടു. അധർമ്മികളുടെ കൈകളാൽ അവനെ നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്നു. എന്നാൽ ദൈവം അവനെ മൃത്യുവിൽ നിന്നും വിമുക്തനാക്കി ഉയർപ്പിച്ചു. അവിടുത്തെ പരിശുദ്ധൻ ജീർണിക്കാൻ അവിടുന്ന് അനുവദിച്ചില്ല. ഞങ്ങൾ എല്ലാവരും അതിന് സാക്ഷികളാണ്. ദൈവത്തിന്റെ വലതുഭാഗത്തേക്ക് ഉയർത്തപ്പെടുകയും പിതാവിൽ നിന്നും പരിശുദ്ധാത്മാവിന്റെ വാഗ്ദാനം സ്വീകരിക്കുകയും ചെയ്ത അവൻ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേലും വർഷിച്ചിരിക്കുന്നു. അതാണ് നിങ്ങളിപ്പോൾ കാണുകയും കേൾക്കുകയും ചെയ്തത്. സഹോദരരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഞങ്ങൾക്ക് ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം തരിക. ഞങ്ങൾക്ക് ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം തരിക. ആകാശത്തു നിന്നും പ്രത്യക്ഷപ്പെടുന്നു. അവർ തങ്ങളുടെ അനീതിയിൽ സത്യത്തെ തളച്ചിടുന്നു. മനുഷ്യൻ വിഗ്രഹം ഉണ്ടാക്കുന്നു, വിഗ്രഹത്തിന് കാഴ്ച സമർപ്പിക്കുന്നു. എന്തിനു വേണ്ടി? സ്വന്തം കാര്യസാധ്യത്തിനു വേണ്ടി. ഇവിടെ വിശ്വാസം സ്വാർത്ഥപങ്കിലമാകുന്നു. ഈ സ്വാർത്ഥം പാപമാണ്, വിശുദ്ധിയല്ല. ഇസ്രായേലിന്റെ രക്ഷകനായി യേശുവിനെ ദൈവം ഉയർത്തിയിരിക്കുന്നു. അവന്റെ ആഗമനത്തിനു മുൻപ് യോഹന്നാൻ ഇസ്രായേലിന് അനുതാപത്തിന്റെ ജ്ഞാനം പകർന്നു. തന്റെ ദൗത്യം അവസാനിക്കാറായപ്പോൾ യോഹന്നാൻ പറഞ്ഞു, ഇതാ എനിക്ക് ശേഷം ഒരുവൻ വരുന്നു, അവന്റെ പാദരക്ഷ അഴിക്കുവാൻ ഞാൻ യോഗ്യനല്ല. സഹോദരരെ, നമ്മുടെ അടുത്തേക്ക് രക്ഷയുടെ വചനം അയക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. വിശ്വാസപൂർവ്വം സ്നാനം സ്വീകരിക്കുന്ന ഏതൊരാളും രക്ഷ പ്രാപിക്കും. ഞങ്ങൾക്ക് സ്നാനം തരിക. ഞങ്ങളെ ക്രിസ്തുവിൽ സ്നാനപ്പെടുത്തുക. ഞങ്ങളുടെ രക്ഷകനും കർത്താവുമായ യേശുവേ, നിന്നിൽ വിശ്വസിക്കുന്ന ഈ ജനങ്ങളിൽ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയക്കുവാൻ കൃപയുണ്ടാകണമേ. വർഷങ്ങളായി ഇയാൾ തളർവാദം പിടിപെട്ട് കിടക്കുന്നു. ഇവനിൽ കനിവുണ്ടാകണം. നീ ഒന്ന് സ്പർശിച്ചാൽ അവൻ സുഖം പ്രാപിക്കും. കനിവുണ്ടാകണം, ഇവനിൽ കനിവുണ്ടാകണം. നസറായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ പറയുന്നു, എഴുന്നേറ്റ് നടക്കുക. നിങ്ങൾ ഞങ്ങളെ എന്തിന് അത്ഭുതത്തോടെ നോക്കുന്നു? ദൈവത്തിന്റെ പ്രിയപുത്രനായ യേശുവിലുള്ള വിശ്വാസമാണ് നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഈ മനുഷ്യന് പൂർണ്ണ ആരോഗ്യം ലഭിച്ചത്.
മോശയുടെ നിയമങ്ങളെ ലംഘിച്ച് ദൈവത്തിനെതിരെ ഇവർ പ്രചരണം നടത്തുന്നു. വെറും തച്ചന്റെ മകനായ നസ്രാന്റെ പേരിൽ ഇവർ നാട് മുഴുവൻ നടന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് നാട്ടിൽ ദൈവവിശ്വാസം തകർക്കാനുള്ള അടവുമായി ഒരുമ്പേറ്റിരിക്കുകയാണ്. ഇവരെ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുത്തണം. സഹോദരരെ, ഇത് വാസ്തവവിരുദ്ധമാണ്, സത്യത്തിന് നിരക്കാത്തതാണ്. ഇസ്രായേൽ ജനങ്ങളെ, ഞങ്ങൾ പറഞ്ഞതും ചെയ്തതും നിങ്ങൾ നേരിട്ടറിഞ്ഞതാണ്. ഏതെങ്കിലും തരത്തിലുള്ള മന്ത്രവാദമോ കബളിപ്പിക്കാനുള്ള ശ്രമമോ ഞങ്ങൾ ചെയ്തിട്ടില്ല. ക്രിസ്തുവിന്റെ നാമത്തിൽ ഇവനെ സുഖപ്പെടുത്താൻ മോശയോ അല്ലെങ്കിൽ പൂർവ്വപിതാക്കന്മാരിൽ ആരെങ്കിലും നിന്നെ അധികാരപ്പെടുത്തിയിട്ടുണ്ടോ? മോശയോ പിതാക്കന്മാരോ അല്ല, അവരെക്കാൾ അധികാരമുള്ളവനും അവർക്ക് മുൻപേ ഉണ്ടായിരുന്നവനുമായ സാക്ഷാൽ ക്രിസ്തു തന്നെയാണ് ഞങ്ങൾക്ക് ഈ അധികാരം തന്നത്. ഇവർ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? മോശയും പിതാക്കന്മാരും ഇവർ അധിക്ഷേപിച്ച് സംസാരിക്കുന്നു. ഇവരെ കല്ലെറിയുക. കുറച്ചു നാളായി പിരിവ് വളരെ മോശമാണ്. കച്ചവടക്കാരുടെ എണ്ണവും കുറവാണ്. കുരിശിലേറ്റി മരിച്ച യേശു ഒരിക്കൽ കച്ചവടക്കാരുടെ വരവും കുറവാണ്. ആ തച്ചന്റെ മകൻ അതിന്റെ ഫലവും അനുഭവിച്ചില്ലേ? പിന്നില്ലേ നമ്മളോടാണ് ആ കളി. പ്രധാന പുരോഹിതന്മാരെയും യഹൂദ പ്രമാണികളെയും ആക്ഷേപിച്ചു. ജനങ്ങളോട് വിപ്ലവം പറഞ്ഞു. നാട്ടുപ്രമാണിയാകാൻ നോക്കിയതാണ്. അതിന്റെ ഫലമാണ് അനുഭവിച്ചത്. നാട്ടുപ്രമാണിയല്ല, രാജാവാകണമെന്നായിരുന്നു മോഹം. പിന്നെ അതിനും വേണ്ടി പുളിക്കും. എന്റെ തല മണ്ണീ കുത്തണം. പിന്നില്ലേ നമ്മളോടാണ് ആ കളി. വിപ്ലവം 15 മങ്ങളുടെ പ്രായം. ചെറുപ്പമല്ലേ? അധികാരത്തിന്റെ ലഹരി പെടച്ചു കയറിയാൽ ആ ലഹരി തീക്കടലായി നെഞ്ചിലേക്ക് ആളിപ്പടരും. ആ തീയണയ്ക്കാനുള്ള മരുന്നാണ് ദൈവദൂഷണവും രാജ്യദ്രോഹവും. ഈ 2 കുറ്റങ്ങളും ഒരാളുടെ മേലെ ആരോപിച്ചാൽ ഏത് വിപ്ലവകാരിയും തകർന്ന് തരിപ്പണമാകും. പിന്നില്ലേ നമ്മളോടാണ് ആ കളി. കളിച്ച് ആശാന്റെ നെഞ്ചത്ത് കയറിയുന്ന ആ കളിക്കണത്. എനിക്കൊരു സംശയം. ഈ കുരുടനെ മുടന്തരെയുമൊക്കെ സുഖപ്പെടുത്തി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത് യേശു തമ്പുരാൻ തന്നെയല്ലേ? ആരെന്നാണ് പറഞ്ഞത്? യേശു തമ്പുരാൻ. അവന്റെ ഒരു കേശു തമ്പുരാൻ. എടാ, നിനക്ക് ഏതെങ്കിലും വിധത്തിൽ ആ നസ്രായനോട് ചായ്വ് തോന്നുന്നുണ്ടെങ്കിൽ അത് ഇപ്പോഴേ കരിച്ചു കളഞ്ഞേക്കണം. മേലിൽ ആ പേര് പോലും പറഞ്ഞു പോകരുത്. മനസ്സിലായോടാ കഴുതേ? പിന്നില്ലേ? എന്ത് പറഞ്ഞാലും പിന്നില്ലേ. ഹോ, കേട്ടിയാ മടുത്തു. മേലിൽ ഇതാവർത്തിക്കരുത്. പിന്നില്ലേ? പോടാ. എടാ, പറഞ്ഞത് കേട്ടില്ലേ? അപ്പോ ചുങ്കം പിരിക്കണ്ടേ? പോയി ചുങ്കം പിരിക്കാനാണ് പറഞ്ഞത്. എടോ ചെങ്കുക്കാരൻ ബാബോസേ, തന്റെ സിൽവന്തിക്ക് ആ നസ്രായനോടൊരു ചായ വേണ്ടെന്ന് തോന്നുന്നു. ഏയ്, അങ്ങനെ ഒന്നുമില്ല. വായി തോന്നണത് വിളിച്ചു പറയുമോ, അത്രമാത്രം. ഈ വരുന്നവൻ ആ തച്ചന്റെ കൂടെ നടന്നിരുന്നവരാണ്. ഹേയ്, നീ ആ നസ്രായന്റെ കൂടെ നടന്നിരുന്നവനല്ലേ? അതെ, യേശുവിന്റെ രക്ഷകനാണ്. മോശയുടെ പ്രമാണങ്ങൾക്ക് ദേവാലയത്തിനുമെതിരെ ജനങ്ങളെ സംഘടിപ്പിക്കുന്നവനാണോടാ രക്ഷകൻ? യേശു മോശയുടെ നിയമങ്ങൾക്കെതിരല്ല, ദൈവത്തിന്റെ വിശുദ്ധ സ്ഥലമായ ദേവാലയത്തിനുമെതിരല്ല. ലോകത്തിന്റെ പാപത്തിന് പരിഹാരമായി സ്വന്തം ജീവൻ ബലിയർപ്പിച്ചു. നിർത്തടാ. ലോകത്തിന്റെ പാപത്തിന് പരിഹാരം ചെയ്യാൻ അവനെ ആരാണ് നിയോഗിച്ചത്? സ്വർഗസ്ഥനായ പിതാവ്. അതിനവൻ ദൈവത്തിന്റെ പ്രതിപുരുഷനോ? അതെ, അവൻ ദൈവത്തിന്റെ പ്രിയപുത്രനാണ്. മതി, കൂടുതൽ പ്രസംഗിക്കേണ്ട. നിനക്കൊക്കെ ആ നസ്രായന്റെ പ്രേതം ബാധിച്ചിരിക്കുകയാണ്.
ഇനി ഈ പരിസരത്ത് കണ്ടുപോകരുത്. പോയിക്കോ. ഇന്ന് ചുങ്കം വരവ് വളരെ കുറവാണ്. നീ ആ കാലില്ലാത്തവന്റെ ചുങ്കം പിരിച്ചോ? എരന്നു തിന്നുന്നവനാ തൊരന്നു തിന്നണോ? എരന്നാണോ തുരന്നാണോ എന്നൊന്നും എനിക്കറിയണ്ട. ഞാൻ പറയുന്നത് നീ അനുസരിച്ചാൽ മതി. നിങ്ങള് കുറച്ചു നാളായി ചുങ്കം തരാതെ മുങ്ങിടക്കുകയായിരുന്നു. ഞാൻ നോക്കി നടക്കുകയായിരുന്നു. യമാനെ, ഇയാൾ ദേവാലയത്തിന് പോലും നികുതി കൊടുക്കാത്തവരാണ്. ഇവനെ വിടരുത്. നിങ്ങൾ കാണു തെറ്റിയതായിരിക്കും. എന്റെ കണ്ണിന് യാതൊരു കാഴ്ചക്കുറവുമില്ല. വർഷങ്ങളായി ഞാൻ ഈ പരിസരത്ത് തന്നെ ചുറ്റിപ്പറ്റി ജീവിക്കുന്നു. ഈ പരിസരത്തെ ഒരു കൊച്ചു കുഞ്ഞിനെ മുതൽ കിഴവനെ വരെ എനിക്കറിയാം. ആ എന്റെ കണ്ണിൽ പൊടിയിടാൻ നോക്കണ്ട. എടാ, ആരൊക്കെ കൊടുക്കും കൊടുക്കൂല എന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഏമാൻ പറഞ്ഞാൽ അതിനപ്പുറമില്ല. ഇതുപോലെ ഓർമ്മശക്തിയുള്ള ഒരാള് എന്റെ ആയുസ്സിൽ കണ്ടിട്ടില്ല. ഇതുപോലെ ഓർമ്മയില്ലാത്ത ഒരാളെ ഞാനും കണ്ടിട്ടില്ല. എടാ, എന്റെ കണക്കെടുത്ത് നോക്കി. വാശി പിടിപ്പിച്ച് കണക്ക് നോക്കിയിട്ട് കണക്കിൽ വരവില്ലെങ്കിൽ ഇരട്ടി പണം തരേണ്ടി വരും. അങ്ങനെ പണം വാരി കൂട്ടാൻ നോക്കേണ്ട. ഇരട്ടി പണം തരുന്ന പ്രശ്നമില്ല. കൃത്യമായ കണക്ക് പ്രകാരമുള്ള നികുതി കൊടുക്കും, അത്ര തന്നെ. ചേട്ടാ, ഇവരാള് പുലിയാണല്ല. ഏവാനെ അതങ്ങോട്ട് കാണിച്ചു കൊടുക്കും. ഏവാനെ കണക്ക് കാണിച്ചു കൊടുക്കാനാണ് പറഞ്ഞത്. നീ തന്നെ വായിച്ചു കൊടുക്കും. ഏവാൻ എന്നെ നോക്കി പറയണല്ലോ. എന്താ എന്നെ കളിയാക്കണം? എനിക്ക് വേറെ പണിയുണ്ട്. കള്ളക്കണക്കുമായി ഇറങ്ങിയിരിക്കുകയാണ്. ഇതിനകത്ത് എല്ലാവരുടെയും കണക്ക് കൃത്യമായി എഴുതിയിട്ടുണ്ട്. തന്റെ കണക്കും ഇതിലുണ്ട്. നീ തന്നെ വായിച്ചു നോക്കിയിട്ട് പറ. അതെ, എന്നാലും മതി. എടാ, ഇത് കൊട്ടയിലിട്ട് കൊണ്ടുപോകാനല്ല നിന്നോട് പറഞ്ഞത്. ഇതിൽ നിന്റെ ചുങ്കം എത്രയെന്ന് വായിച്ചു നോക്കി പറയാനാണ് പറഞ്ഞത്. ഇതിന്ന് ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ട് നാളെ കൃത്യമായി പറയാം. ആർക്കെങ്കിലും പണയം വെച്ച് പണം വാങ്ങാനാണോ? പിന്നെ ഇത് പണയം വെച്ചാൽ ഒലക്ക കിട്ടും. പിന്നെ എന്തിനാടാ വീട്ടിൽ കൊണ്ടുപോകുന്നത്? ഇതേ ഞാൻ എന്റെ ഭാര്യയെ കൊണ്ട് വായിപ്പിച്ചിട്ട് നാളെ പറയാം. അപ്പോ തനിക്കും തലയില്ല അല്ലേ? നമുക്ക് 3 പേർക്കും അതെ, നമുക്ക് 3 പേർക്കും. െന്നോ വിജാതീനെന്നോ പരിച്ഛേദിതനെന്നോ അപരിച്ഛേദിതനെന്നോ വ്യത്യാസമില്ലാതെ മാനവലോകത്തെ ഏകഭാവനയോടെ ദർശിച്ച നമ്മുടെ കർത്താവും രക്ഷകനുമാണ് യേശു ക്രിസ്തു. ക്രിസ്തു ഇന്നും ഇന്നലെയും എന്നും ജീവിക്കുന്നു. പണിക്കാർ ഉപേക്ഷിച്ച കല്ല് മൂലക്കല്ലായി തീർന്നു. ആ കല്ലാണ് യേശു ക്രിസ്തു. മറ്റാരിലും രക്ഷയില്ല. ജനമേ, നിങ്ങൾ അറിയുവിൻ, ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. വിദ്യാഭ്യാസമില്ലാത്തവരും സാധാരണ മനുഷ്യരല്ലേ ഇവർ. എന്നിട്ടും ഇവർ പറയുന്ന വാക്കുകൾ നമ്മെ അതിശയിപ്പിക്കുന്നു. ഇവരെങ്ങനെ തുടർന്നു കൊണ്ടുപോകാൻ അനുവദിക്കരുത്. അങ്ങനെയായാൽ ജെറുസലേം മുഴുവൻ നസ്രായന്റെ വിശ്വാസികളെ കൊണ്ട് നിറയും. യോനായുടെ പുത്രനായ ശമയോനെ, ഈ പാവം മുടന്തൻ എന്തെങ്കിലും തരണേ. വെള്ളിയോ സ്വർണമോ എന്റെ കയ്യിലില്ല. എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസറായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ പറയുന്നു, മകനെ, എഴുന്നേറ്റ് നടക്കുക.
ഇത് ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, യേശു നിന്നോട് കരുണ കാണിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് യേശുവിനോട് നന്ദി പറയുക. യേശുവേ, യേശുവേ, കർത്താവേ, കർത്താവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, കർത്താവേ നന്ദി, യേശുവേ നന്ദി, കർത്താവേ. നിങ്ങൾ ആരും ഇത് വിശ്വസിക്കരുത്. ഇവരുടെ ഗുരുവായ യേശു പ്രയോഗിച്ച അതേ തന്ത്രം തന്നെയാണ് ഇവർ ഉപയോഗിക്കുന്നത്. കൺകെട്ട് വിദ്യ കൊണ്ട് ജനങ്ങളെ പാട്ടിലാക്കി രാജ്യത്ത് കലഹം സൃഷ്ടിക്കാനുള്ള പദ്ധതി, അതാണ് ഇവരുടെ ലക്ഷ്യം. ഇത് യാഥാർത്ഥ്യമല്ല, മനുഷ്യരെ കൊണ്ട് അപ്രാപ്യമാണ്. നാം നേരിൽ കണ്ടത് യാഥാർത്ഥ്യമല്ലെന്നോ? നിങ്ങൾ അന്ധനാണോ? നീ യേശുവിന്റെ ശിഷ്യനാണോ? എങ്കിൽ നിനക്കാണ് അന്ധത. നിങ്ങൾ നേരിൽ കണ്ടതും കേട്ടതും വിശ്വസിക്കാൻ ധൈര്യമില്ലെങ്കിൽ നിങ്ങളൊരു ഭീരുവാണ്. സത്യത്തെ ഭയക്കുന്നവൻ. യേശു നീതിമാനാണ്. ഗുരുവിന്റെ ശിഷ്യനായ പത്രോസ് ക്രിസ്തുവിന്റെ നാമത്തിലാണ് 40 വർഷമായി മുടന്തനായിരുന്ന ഒരാളെ സുഖപ്പെടുത്തിയത്. യേശു ക്രിസ്തു തന്നെയാണ് അവിടെ പ്രവർത്തിച്ചത്. യേശു മരിച്ചിട്ടില്ല, അവൻ ഇന്നും ജീവിക്കുന്നു. ഞങ്ങൾ അവനെ വിശ്വസിക്കുന്നു. യേശുവിൽ വിശ്വസിച്ചവർ പരിശുദ്ധാത്മാവിനാൽ അനുഗ്രഹീതരായിരിക്കുന്നു. വിശ്വാസം മൂലം അബ്രഹാം തന്റെ ഏകപുത്രനായ ഇസ്ഹാക്കിനെ ബലിയർപ്പിക്കാൻ ഒരുങ്ങി. ഇസ്രായേൽ ജനം വിശ്വാസത്തോടെ ജെറിക്കോയുടെ കോട്ടകൾ 7 ദിവസം വലം വെച്ചപ്പോൾ അവ ഇടിഞ്ഞു വീണു. ഗിദെയോൻ, ബാരക്, ശാംസൻ, ജഫ്ത, ദാവീദ്, സാമുവൽ ഇവരെല്ലാം വിശ്വാസത്തിലൂടെ രാജ്യങ്ങൾ പിടിച്ചടക്കി, നീതി നടപ്പാക്കി, വാഗ്ദാനങ്ങൾ സ്വീകരിച്ചു. സിംഹങ്ങളുടെ വായകൾ പൂട്ടി അഗ്നിയുടെ ശക്തി കെടുത്തി. വാളിന്റെ വായ്ത്തലയിൽ നിന്നും രക്ഷപ്പെട്ടു. ബലഹീനതയിൽ നിന്നും ശക്തി ആർജിച്ചു. യുദ്ധത്തിൽ ശക്തരായി വിദേശ സേനകളെ കീഴടക്കി. പരിഹാസവും ചമ്മട്ടിയടിയും ബന്ധനവും കാരാഗ്രഹവും സഹിച്ചു. ചിലർ 2 വെട്ടിമുറിക്കപ്പെട്ടു. ചിലർ വാളുകൊണ്ട് വധിക്കപ്പെട്ടു. എല്ലാം വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ. വിശ്വാസത്തിന്റെ അഗ്നി ആത്മാവിൽ ജ്വലിച്ചതുകൊണ്ട് ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും നിങ്ങൾ അന്ധരും ബധിരരുമായി പോയി. സത്യത്തിന്റെ പ്രകാശം ഹൃദയത്തിലേക്ക് കടക്കാൻ അവസരം കൈവന്നിട്ടും ഹൃദയ കവാടം കൊട്ടിയടച്ചു. ദൈവ ചൈതന്യത്താൽ ജ്വലിച്ചു നിൽക്കേണ്ട ആത്മാവ് തമസിന്റെ താണ്ഡവത്തിൽ കാളിമ കൊണ്ടു. നിർത്തണ. മന്ത്രവാദവും ചെപ്പടി വിദ്യയും നടത്തി മൺമഞ്ഞ പ്രവാചകന്മാരുടെ യോദ്ധാക്കളുടെ പേരുകൾ ഉദ്ധരിച്ചു. ഞങ്ങളെ ഭ്രാന്തി പിടിപ്പിച്ച് നിങ്ങളുടെ പിറകെ നടത്താമെന്നാണോ വിചാരിക്കുന്നത്? രാജ്യദ്രോഹത്തിന് ക്രൂശിക്കപ്പെട്ട ഒരുത്തന്റെ പേരിൽ ജനങ്ങളെ 2 തട്ടിലാക്കി രാജ്യത്ത് അക്രമം അഴിച്ചുവിടാനുള്ള ഭാവമെങ്കിൽ നിനക്കൊക്കെ ആ നേതാവിന്റെ അനുഭവം തന്നെയായിരിക്കും. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായാൽ ഞങ്ങളതിൽ ആനന്ദിക്കും. ഒരു കാര്യം മനസ്സിലാക്കുക, യേശുവിന്റെ രാജ്യം ഐഹികമല്ലെന്ന് ഗുരു തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അക്രമമല്ല, സ്നേഹവും കരുണയുമാണ് വേണ്ടതെന്ന് യേശുക്രിസ്തു ലോകത്തെ പഠിപ്പിച്ചു. ദൈവത്തിന്റെയും മോശയുടെയും പേരിൽ ജനങ്ങളെ ചൂഷണം ചെയ്തും അധികാരം കയ്യിലെടുത്തും പ്രമാണികളായി ജീവിക്കുന്നവർക്ക് അവരെ ചൊൽപ്പടിക്ക് നിർത്താൻ പറ്റാത്ത അവസ്ഥ അചിന്തനീയമാണ്. അതുകൊണ്ടാണ് കിരാതവും മൃഗീയവുമായ മർദ്ദനത്തിലൂടെ യേശുവിൽ വിശ്വസിക്കുന്ന സത്യാന്വേഷികളുടെ മേൽ ഇര തേടുന്ന സിംഹങ്ങളെ പോലെ ഇവർ ചാടി വീഴുന്നത്. പക്ഷേ നിങ്ങൾ കടിച്ചു കീറുന്ന ഓരോ വിശ്വാസിയുടെയും ഓരോ തുള്ളി രക്തത്തിൽ നിന്നും യേശുവിന്റെ 1000 പുതുജീവൻ ഉയർത്തെഴുന്നേൽക്കും. മതി, നിർത്തല. രാജ്യത്ത് രക്തപ്പുഴൊഴുക്കി നാടിന്റെ ക്രമസമാധാനം അഖണ്ഡതയും താർക്കുന്നവരെ കല്ലെറിഞ്ഞു കൊല്ലണം. ഇവരെ കല്ലെറിഞ്ഞു കൊല്ലണം. മതി, നിർത്ത്, നിർത്ത്. ഇവരെ വിചാരണ ചെയ്യണം. 2 പേരെ ഈ പാളയത്തിലേക്ക് കൊണ്ടുപോകൂ. പത്രോസ്, പത്രോസ്, വേഗം എഴുന്നേൽക്കൂ. നീ അരമുറുക്കി പാദരക്ഷകൾ അണിയുക. മേലങ്കി ധരിച്ചുകൊണ്ട് എന്റെ പിന്നാലെ വരിക. നിങ്ങൾ എല്ലാ ജനതകളോടും നവജീവന്റെ വചനം പ്രസംഗിക്കുകയും
കുറിച്ചുള്ള വാർത്തകളാണ് എവിടെയും. വാർത്തകൾ പ്രചരിപ്പിക്കാനും യേശുവിന്റെ വചനങ്ങൾ ജനങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് അവരെ ക്രിസ്ത്യാനികളാക്കാനും ആ നസ്രായന്റെ പ്രധാന ശിഷ്യനായ പത്രോസും മറ്റു പ്രവർത്തകരും വളരെ രഹസ്യമായി തന്ത്രങ്ങൾ വരയുന്നുണ്ട്. ദൈവദൂഷണത്തിന് കുരിശിലേറ്റി കൊന്നിട്ടും അവനെക്കുറിച്ചുള്ള കഥകൾ പെരുപ്പിച്ച് അവർ പറഞ്ഞു വരുത്തുകയാണ്. അതിൽ പ്രധാന വാർത്ത യേശു മരിച്ചു കല്ലറയിൽ അടക്കം ചെയ്തിട്ടും അവൻ അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ്. ഒരു സാധാരണ തച്ചന്റെ മകന് എന്ത് കഴിവുണ്ടാകുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. എന്നിട്ടും അവന് ശിഷ്യന്മാരുണ്ടായി, അനുയായികളുണ്ടായി. അനുയായികൾ അവന് വേണ്ടി മരിക്കാൻ വരെയും തയ്യാറായി നിൽക്കുന്നു. രാജകൽപ്പന പെരുമ്പറ കൊട്ടി റോമാ പട്ടണത്തിലും ഗ്രാമത്തിലും അറിയിച്ചു കഴിഞ്ഞു. പത്രോസിന്റെയും അവന്റെ ശിഷ്യന്മാരുടെയും പ്രസംഗം കേൾക്കാനോ അവരോടൊന്ന് ചേർന്ന് നിൽക്കാനോ ആരെങ്കിലും ഭാവിച്ചാൽ അതികഠിനമായ ശിക്ഷയായിരിക്കും ഫലം. ഇത്തരം ചെറിയ കാര്യങ്ങൾക്കൊന്നും അമിത പ്രാധാന്യം നൽകേണ്ടതില്ല. ഒരു സാധാരണ ചുണ്ടലി മഹാമേരുവിനോട് യുദ്ധം ചെയ്യാൻ ഒരുങ്ങിയാൽ അതൊരു നേരം പോക്കായിട്ടേ കണക്കാക്കേണ്ടതുള്ളൂ. ചക്രവർത്തി വാഴട്ടെ, രാജാതിരാജൻ ചക്രവർത്തി വാഴട്ടെ, രാജാതിരാജൻ ചക്രവർത്തി വാഴട്ടെ, ചക്രവർത്തി വാഴട്ടെ. അങ്ങയുടെ മുഖം സൂര്യദേവനെ പോലെ തിളങ്ങുന്നു. അങ്ങ് സൂര്യദേവൻ തന്നെയാണ്. സർവ ഐശ്വര്യങ്ങളുടെയും ദേവനായ നീറോ ചക്രവർത്തിക്ക് പാദസേവ ചെയ്യാനായി അതിസുന്ദരികളായ തരുണിമണികൾ അവസരത്തിനായി കാത്തു നിൽക്കുന്നു. ചക്രവർത്തി തിരുമനസ് നീണാൾ വാഴട്ടെ. സൈന്യാധിപ, നമ്മെ സന്തോഷിപ്പിക്കുന്ന വാർത്തകൾ പറഞ്ഞാലും സർവ്വജനങ്ങളുടെയും ദേവനായ അങ്ങേക്ക് എന്നും സന്തോഷമുള്ള വാർത്തകളല്ലേ ഉള്ളൂ. വിശ്വപ്രശസ്തമായ റോമ സാമ്രാജ്യത്തിന്റെ അതിർത്തി മഹാസമുദ്രങ്ങൾക്കപ്പുറം വ്യാപിച്ചു കിടക്കുന്നു. പൊന്നും വെള്ളിയും രത്നങ്ങളും നമ്മുടെ ഖജനാവിൽ നിറഞ്ഞു കവിയുന്നു. എന്ത് കഠിന ജോലിയും ചെയ്യാൻ അടിമകൾ ആജ്ഞാനുവർത്തികളായി നിൽക്കുന്നു. പ്രിയ സഭാംഗങ്ങളെ, ദേവാ, റോമായുടെ ഐശ്വര്യങ്ങൾ ലഹരിയുള്ള പുതുവീഞ്ഞു പോലെ നുരഞ്ഞു പൊങ്ങുന്നു. അത് നമ്മുടെ തലച്ചോറിനെ മത്ത് പിടിപ്പിക്കുന്നു. ആരിവിടെ? അടിയൻ. നമ്മുടെ ആനന്ദത്തിനായി ഈ രാജസദസ്സിൽ മുന്തിയ തരം വീഞ്ഞു വിളമ്പട്ടെ. സഭാംഗങ്ങൾ ലഹരി കൊണ്ട് ഉന്മത്തരാകട്ടെ. ഉത്തരവ് പോലെ. അങ്ങ് പരമരസികൻ തന്നെ. സൂര്യദേവനെ പോലെ പ്രശോഭിക്കുന്ന അവിടുത്തെ ഐശ്വര്യങ്ങൾ തലമുറകളോളം നീണ്ടു നിൽക്കും. അങ്ങ് റോമയുടെ പൊൻതിലകമാണ്. ആഹാ, ഇത് മുന്തിയ തരം വീഞ്ഞു തന്നെ. നീറോ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ എല്ലാം മുന്തിയ ഇനം തന്നെ. ഒന്നാം തരമല്ലാത്ത ഒന്നും നമ്മുടെ കൊട്ടാരത്തിൽ ഇല്ല. വീഞ്ഞിന്റെ ലഹരി നമ്മെ കൂടുതൽ ഉന്മത്തനാക്കുന്നു. ആരെവിടെ? അടിയൻ. അന്തപുരത്തിലെ സുന്ദരിമാരായ നർത്തകിമാർ നൃത്ത ചുവടുകളുമായി നമ്മെ ആനന്ദിപ്പിക്കട്ടെ.
റോമാ നഗരത്തെ തൊട്ടുതലോടുന്ന സുന്ദരിയായ ടൈബർ നദി പോലെ ലാവണ്യവതികളായ നിങ്ങളുടെ നടനം നമ്മെ വല്ലാതെ ആഹ്ലാദിപ്പിച്ചിരിക്കും. ഏതാനും നാളുകളായി അവരുടെ രഹസ്യമായ പ്രവർത്തനം കൊണ്ട് പലരും ക്രിസ്ത്യാനികളായി തീർന്നു പ്രഭു. ആ നസ്രായന്റെ ശിഷ്യന്മാർ നമ്മുടെ പ്രജകളെ അന്ധവിശ്വാസത്തിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്നതായി രഹസ്യമായി അറിയാൻ കഴിഞ്ഞു. അടിമകൾ ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് പ്രജകൾ വിശ്വാസികളായി തീർന്നു. ആരാണ് അവരുടെ നേതാവ്? പത്രോസ്. പത്രോസ്. മരിച്ചുപോയ യേശു തന്നെ പത്രോസിനെ അവരുടെ നേതാവായി വാഴിച്ചു എന്നാണ് കേൾക്കുന്നത്. സൂര്യദേവനായ അങ്ങയെ ആരാധിക്കുന്നത് പാപമാണെന്നും മനുഷ്യൻ ദൈവത്തെ മാത്രമേ ആരാധിക്കുവാൻ പാടുള്ളൂവെന്നും ആ പത്രോസ് ജനങ്ങളെ പറഞ്ഞു പഠിപ്പിക്കുന്നു. വെറും തച്ചന്റെ മകനായ ആ നസറായന്റെ ശിഷ്യൻ ഇത്രയ്ക്ക് അഹങ്കാരിയോ? സൈന്യാധിപ, നമ്മുടെ ആജ്ഞകൾ ലംഘിച്ച് ക്രിസ്ത്യാനികളായി മാറുന്നവരെ കഠിനമായ ശിക്ഷയ്ക്ക് വിധേയമാക്കിയില്ലേ? പലരെയും ക്രൂരമർദ്ദനങ്ങൾ കൊണ്ട് അവശരാക്കി മറ്റുള്ളവർക്കൊരു താക്കീതായി ഏതാനും പേരെ ഗളച്ഛേദം ചെയ്ത് തീപ്പന്തങ്ങളാക്കി ടൈബർ നദിയുടെ തീരത്ത് നിരത്തിയിട്ടുണ്ട് പ്രഭു. എന്നിട്ടും അഹങ്കാരം കുറഞ്ഞില്ല പ്രഭു. ഇപ്പോൾ ഇതൊരു തീക്കരൽ മാത്രം. ഇതിൽ കാറ്റ് വീശുന്നതിന് മുമ്പ് കരിമ്പടം കൊണ്ട് അമർത്തി ഞെരിച്ചില്ലെങ്കിൽ ആളിപ്പടർന്ന് റോമാ സാമ്രാജ്യത്തെ വിഴുങ്ങും. താങ്കൾ എന്താണ് പറഞ്ഞത്? ഇതെല്ലാം കണ്ട് നാം കൈയും കെട്ടി നിൽക്കുമെന്നാണോ സൂചിപ്പിക്കുന്നത്? അവിടുന്ന് തെറ്റിദ്ധരിക്കരുത്. വന്നു ഭവിക്കാൻ പോകുന്ന ഒരു ഭവിഷ്യത്ത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തി എന്ന് മാത്രം. മരിച്ചു മൺമറഞ്ഞ യേശു ജീവനോടെ ഉയർത്തെഴുന്നേറ്റുവെന്നാണ് അവരുടെ വിശ്വാസം. ആ യേശുവിന്റെ നാമത്തിൽ പലരുടെയും രോഗങ്ങൾ മാറുന്നതായി പ്രജകൾക്കിടയിൽ സംസാരമുണ്ട്. നിർത്തൂ! യേശു യേശു യേശു! മരിച്ചവൻ ജീവനോടെ ഉയർത്തെഴുന്നേറ്റുന്നു. മരണമില്ലാത്തവൻ ഈ നീറോ, നീറോ, ഈ നീറോ മാത്രം. ഒരു പീറത്തച്ഛന്റെ മകന് ഇത്രയേറെ ശക്തി ഉണ്ടെന്നോ? അസംഭവ്യം! കള്ളസാക്ഷികളെ കൊണ്ട് നുണ പറയിപ്പിച്ച് പ്രചരിപ്പിക്കുകയാണ്. മാത്രമല്ല ആരാധ്യനായ നീറോ ചക്രവർത്തി അസന്മാർഗീയ ജീവിതത്തിൽ നീരാടുന്നവനാണെന്നും അതുകൊണ്ട് ദൈവകോപം അഗ്നിയായി ഇറങ്ങി വന്ന് റോമാ നഗരത്തെ എരിയിച്ച് ചാമ്പലാക്കുമെന്നും ഭീഷണിയും മുഴക്കുന്നുണ്ട്. മതി, ഇനി നമുക്കൊന്നും കേൾക്കണ്ട. സൈന്യാധിപ, ധിക്കാരിയായ പത്രോസിനെ ബന്ധിച്ച് നമ്മുടെ മുമ്പാകെ കൊണ്ടുവരൂ. ഉത്തരവ്. പത്രോസിനെ കൂടാതെ എന്റെ ശിഷ്യന്മാരും ചാരപ്പണി നടത്തി പ്രജകളെ വശത്താക്കുന്നുണ്ട് പ്രഭു. നമ്മുടെ അധികാരത്തിന് മുൻപിൽ മുട്ടുമടക്കാത്ത ഒരു പ്രജയും, അത് കുട്ടികളായാൽ പോലും ക്രൂരമർദ്ദനങ്ങളേറ്റ് പിടയേണ്ടി വരും. ഗളച്ഛേദം ചെയ്ത് തീപ്പന്തങ്ങളാക്കി ടൈബർ നദീ തീരത്ത് നിരത്തി വയ്ക്കും. എന്തിനാണെന്നോ? പ്രജകൾക്ക് വെളിച്ചം കണ്ട് നടക്കാമല്ലോ. റോമാസിംഹാസനാധിപൻ നീണാൾ വാഴട്ടെ. എന്താണ് വാർത്ത? പറയൂ. കൊട്ടാരവളപ്പിലെ തോട്ടത്തിൽ ഒരു യുവാവ് രാജകുടുംബത്തിലെ യുവതിയെ നസ്രായന്റെ വചനങ്ങൾ പറഞ്ഞ് വശത്താക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. എന്ത്? കൊട്ടാര വളപ്പിൽ കയറാൻ ഇവൻ എങ്ങനെ ധൈര്യം വന്നു? കഠിന ശിക്ഷകൾ നൽകിയിട്ടും ഇവറ്റകൾക്ക് ഭയമില്ലെന്നോ? അവന്റെ കൈകാലുകൾ ബന്ധിച്ച് ചാട്ടവാറിനടിക്കൂ. പോകൂ. മഹാരാജാവേ, ഇവനാണ് പത്രോസ്. റോമാ നഗരത്തിലെ പ്രജകളെ യേശുവിന്റെ വചനങ്ങൾ പറഞ്ഞുകൊടുത്ത് ജനങ്ങളിൽ അന്ധവിശ്വാസത്തിന് തിരികൊളുത്തി രാജാവിനും രാജ്യത്തിനുമെതിരായി പ്രവർത്തിക്കുന്ന ഇവൻ ചാരസംഘത്തിന്റെ തലവനാണ്. ചാരപ്പണി ചെയ്യുന്നവൻ രാജ്യദ്രോഹിയാണ്. അല്ലയോ മഹാരാജാവേ, ഞാൻ ചാരനല്ല. രാജ്യത്തിനോ പ്രജകൾക്കോ എതിരുമല്ല. നീ ആരാധ്യനായ ചക്രവർത്തിയെ വണങ്ങാത്തത് എന്തുകൊണ്ടാണ്? സൂര്യദേവനായ ചക്രവർത്തി ആരാധിക്കാത്തവർ ഭൂമിയിൽ ആരുണ്ട്? ഈ റോമ സാമ്രാജ്യത്തിൽ നാം തന്നെയാണ് ദൈവം. അഹങ്കാരം. അങ്ങയുടെ വാക്കുകളിൽ അഹങ്കാരത്തിന്റെ തീക്കനൽ. സൃഷ്ടാവായ ദൈവത്തിന്റെ സൃഷ്ടികളിൽ ഒരുവനായ അങ്ങ് അഹങ്കരിച്ചും മതിമറക്കുന്നു. എന്ത്? മഹാരാജാവിന്റെ മുഖത്ത് നോക്കി ആക്ഷേപിക്കുന്നു. ഭൂമിയിലെ സർവ്വ
സർവ്വജനങ്ങളും ആരാധിക്കുകയും സർവ്വരാജ്യങ്ങൾക്കും അധിപനുമായ മഹാരാജൻ വെറും സൃഷ്ടികളിൽ ഒരുവൻ മാത്രമോ? നിനക്കെന്താ ഭ്രാന്തുണ്ടോ? എനിക്ക് ഭ്രാന്തില്ല. ഞാൻ പറഞ്ഞത് സത്യം. സത്യം എന്നത് തിരിച്ചറിയാനുള്ള ജ്ഞാനം നീറോ ചക്രവർത്തിക്കുണ്ട്. ദൈവനിന്ദ, അഹന്ത, ക്രൂരത, വ്യഭിചാരം, ഇങ്ങനെ പൈശാചികമായ പാപാന്ധകാരത്തിൽ മുങ്ങിയിരിക്കുന്ന റോമാ ഭരണാധികാരിയായ നീറോ ചക്രവർത്തി സ്വയം ദൈവമായി അവരോധിച്ചത് ദൈവത്തിന്റെ ശിക്ഷ ഏറ്റുവാങ്ങാൻ തന്നെയാണ്. നീ നമ്മെ പാപത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു. റോമായിലെ സർവ്വ പ്രജകളുടെയും അധിപനായ നീറോയുടെ മുകളിൽ മറ്റൊരു ദൈവമോ? ശരിയെ തെറ്റെന്നും തെറ്റിനെ ശരിയെന്നും വിശേഷിപ്പിക്കുന്ന അവസ്ഥ, സമാനതകളില്ലാത്ത ധാരാളിത്തം, നിലക്കപ്പെട്ടതും ഭീവത്സവുമായ സുഖാനുഭവങ്ങൾക്ക് വേണ്ടിയുള്ള പരക്കം പാച്ചിൽ. ദൈവം മനുഷ്യനെ സ്വതന്ത്രനായി സൃഷ്ടിച്ചിരിക്കുന്നു. സ്വതന്ത്ര മനസ്സുകൊണ്ട് മനുഷ്യൻ ദൈവത്തെ ഉപേക്ഷിച്ചാൽ സൃഷ്ടാവിനുപരി സൃഷ്ടിയെ ആരാധിക്കുന്ന പാപത്തിന്റെ ഭയാനകമായ അന്ധകാരം മനുഷ്യനെ വിഴുങ്ങിക്കളയും. ഇന്ന് റോമാ നഗരത്തിന് സംഭവിച്ചിരിക്കുന്ന അതിദാരുണമായ നാശം ഇത് തന്നെയാണ്. ഈ പാപാന്ധകാരത്തിൽ നിന്ന് സകല ജനങ്ങളെയും ക്രിസ്തുവിന്റെ മാർഗത്തിലേക്ക് നയിക്കാനാണ് ഞാൻ വന്നത്. മഹാരാജാവേ, ഇവൻ പറഞ്ഞത് അങ്ങ് കേട്ടുകഴിഞ്ഞു. ജനങ്ങൾക്ക് ക്രിസ്തുവിന്റെ ഉപദേശങ്ങൾ നൽകി ക്രിസ്തു രാജ്യം സ്ഥാപിക്കാനാണ് ഇവനും കൂട്ടുകാരും റോമിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. നീറോ ഭരണം പാപാന്ധകാരത്തിൽ നിറഞ്ഞതാണെന്നാണ് ഇവന്റെ കണ്ടെത്തൽ. അതിസമ്പന്നമായ റോമാ സാമ്രാജ്യത്തിന്റെ പ്രൗഢി കണ്ട അസൂയമൂത്ത് നീറോ ചക്രവർത്തി ആഡംബരപ്രിയനെന്നും അഹങ്കാരിയെന്നും മുദ്രകുത്തി അക്രമവും കൊലപാതകവും ഇവിടെ തേർവാഴ്ച നടത്തുന്നുവെന്ന് ഇവൻ ആരോപിക്കുന്നു. വധശിക്ഷ നടപ്പാക്കാത്ത ഒരു ദിവസം പോലുമില്ല. അന്യന്റെ ഭാര്യയെന്നോ സഹോദരിയെന്നോ ഭേദം കൂടാതെ ഭോഗാസക്തികളിലൂടെ ചക്രവർത്തിയും പ്രഭുക്കന്മാരും നിങ്ങളുടെ സേവകന്മാരും ഉന്മത്തമായ ജീവിതത്തിൽ ആറാടുന്നു. ചങ്ങലയിൽ കിടന്ന് മർദ്ദനമേൽക്കുന്ന അടിമകളെയും സ്വതന്ത്രമായി ചിന്തിക്കുന്ന ദേശസ്നേഹികളെയും കൊളോസിയത്തിലേക്ക് വലിച്ചെറിഞ്ഞ് ക്രൂരമായി ആനന്ദിക്കുന്നവരല്ല നിങ്ങൾ. മതി നിന്റെ പ്രസംഗം. നമ്മുടെ നിഗമനം തെറ്റിയില്ല. നീ റോമാ നഗരത്തിലേക്ക് നുഴഞ്ഞു കയറിയ ചാരനാണ്. നമുക്ക് നമ്മുടെ ഭരണകൂടത്തിനുമെതിരെ കുറ്റാരോപണം നടത്തി പ്രജകളെ നമുക്കെതിരായി സംഘടിപ്പിച്ച് സാമ്രാജ്യത്തിനകത്ത് വിപ്ലവം വിതറാനാണ് നീയും നിന്റെ കൂട്ടുകാരും രഹസ്യമായി പ്രവർത്തിക്കുന്നത്. അത് മാത്രമല്ല പ്രഭു, ഇവിടെ നസ്രായനായ യേശുവിന്റെ വിശ്വാസികളെ കൊണ്ട് നിറച്ച് ക്രിസ്തുവിനെ പ്രതിഷ്ഠിക്കുക എന്നുള്ളതാണ് ഇവരുടെ തന്ത്രം. അതുകൊണ്ട് ഇവനെ പരസ്യമായി കൊലമരത്തിൽ കയറ്റണം. സൈന്യാധിപ, ഇവന് ക്രൂരമായ ശിക്ഷ തന്നെ കൊടുക്കണം. പട്ടിണി കിടന്ന് മാംസത്തിനായി ആർത്തിയോടെ കാത്തിരിക്കുന്ന സിംഹക്കൂട്ടിലേക്ക് ഇവനെ വലിച്ചെറിയൂ. അവന്റെ ഗുരു നസ്രായനായ യേശു മരിച്ച് 3-ാം ദിവസം ഉയർത്തവനാണ്. അത്രയ്ക്ക് മാന്ത്രിക ശക്തിയുള്ള ഗുരുവിന്റെ പ്രിയ ശിഷ്യനാണ് പത്രോസ്. ഗുരുവിന്റെ കൺകെട്ട് വിദ്യ കുറെയൊക്കെ ഇവനും വശപ്പെടുത്തി കാണും. എന്നാൽ നമുക്കത് നേരിട്ടൊന്ന് കാണാമല്ലോ. മാന്ത്രിക വിദ്യയുടെ സിംഹക്കൂട്ടിൽ നിന്ന് ഇവൻ രക്ഷപ്പെട്ടു വന്നാൽ ഞാൻ ഇവന്റെ ശിഷ്യനായിരിക്കും. വിശന്നു നിൽക്കുന്ന സിംഹത്തിന്റെ മുന്നിലേക്ക് അവനെ വലിച്ചെറിയൂ. ആ തച്ചന്റെ മകൻ ഇവനെ രക്ഷിക്കുമോ എന്ന് നമുക്കൊന്ന് നോക്കാം. വേഗമാകട്ടെ. വിശപ്പ് കൊണ്ട് മാംസത്തിലായി ആർത്തിയോടെ കിടന്നിരുന്ന സിംഹം നസ്രായന്റെ ശിഷ്യൻ പത്രോസിനു മുമ്പിൽ മുട്ടുമടക്കിയ സംഭവം വെറുമൊരു ചപ്പടി വിദ്യയാണെന്ന് വിശ്വസിക്കുവാൻ പ്രയാസം. പിന്നെ അതെങ്ങനെ സംഭവിച്ചു? നസ്രായനായ യേശു മരിച്ചു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റത് മായാജാലം കൊണ്ടാണെങ്കിൽ മരണത്തോട് മുഖാമുഖം മല്ലിടാൻ ഒരുങ്ങിയ ക്രിസ്തു ശിഷ്യന്
ഗർജിച്ചു വന്ന സിംഹത്തെ നിഷ്പ്രഭമാക്കാനുള്ള വിദ്യയും അവന്റെ ഗുരു തന്നെ പഠിപ്പിച്ചു കാണും. എല്ലാം മാന്ത്രിക വിദ്യയാണെന്ന് കാണുന്നത് രാജോചിതമല്ല. തന്ത്രപൂർവം മെനയുന്ന പത്രോസിന്റെ ഓരോ പ്രവൃത്തികൾക്കും പിന്നിൽ മരിച്ചുപോയ യേശുവിന്റെ അജയ്യ ശക്തിയുണ്ടെന്ന് വേണം കരുതാൻ. ഒരു സാധാരണ തച്ചന്റെ മകനെ മരണശേഷവും അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുമെന്ന് പറയുന്ന അർത്ഥശൂന്യമായ ജൽപ്പനത്തോട് എങ്ങനെ യോജിക്കാൻ കഴിയും? ഇത്തരം വിശ്വാസങ്ങളെ അന്ധവിശ്വാസമെന്നോ വിവരക്കേടെന്നോ പറയാം. അർത്ഥശൂന്യമായ വാക്കുകളാണെന്ന് പലർക്കും തോന്നിയേക്കാം. പലതും യാഥാർത്ഥ്യങ്ങളാണെന്ന് സഭാംഗങ്ങളും നൂറുകണക്കിന് പ്രജകളും കണ്ടതും കേട്ടതുമാണ്. സത്യത്തിനു നേരെ മുഖം തിരിച്ച് പ്രശ്നങ്ങളെ കണ്ണടച്ചിരുട്ടാക്കാൻ നോക്കിയാൽ കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുന്നത് കണ്ടെന്ന് വരില്ല. അന്ധവിശ്വാസമല്ലെങ്കിൽ മറ്റെന്താണ്? നൂറുകണക്കിന് പ്രജകൾ ക്രിസ്ത്യാനികളായി തീർന്നത് അന്ധവിശ്വാസമാണോ? അതൊരു യാഥാർത്ഥ്യമാണ്. അവരിൽ പലരുടെയും മാറാവ്യാധികളും അംഗവൈകല്യങ്ങളും മാറി സൗഖ്യം പ്രാപിച്ചത് നേരിട്ടറിഞ്ഞ വസ്തുതകളാണ്. അത്ഭുതങ്ങൾ ഉളവാക്കിയും ക്രിസ്തുവചനങ്ങൾ പ്രസംഗിച്ചും അവൻ ജനങ്ങളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ തന്ത്രപൂർവം നീങ്ങിയില്ലെങ്കിൽ, പ്രജകളുടെ മനം മാറ്റം കണ്ടില്ലെന്ന് നടിച്ചാൽ റോമാചക്രവർത്തിയായ അങ്ങയുടെ കിരീടത്തിന് ഇളക്കം സംഭവിക്കും. എഡ്വിൻ, താങ്കൾ പറഞ്ഞതിര് കടക്കുന്നു. ക്ഷമിക്കണം പ്രഭു. അടിയന്റെ മനസ്സിൽ തോന്നിയ കാര്യം രാജസമക്ഷം ബോധ്യപ്പെടുത്തിയെന്ന് മാത്രം. പ്രഭു, അന്ധവിശ്വാസങ്ങളെന്നോ യാഥാർത്ഥ്യങ്ങളെന്നോ തർക്കിച്ച് സമയം കളയണ്ട. പത്രോസ് എന്ന ക്രിസ്തു ശിഷ്യൻ ഇന്ന് നമ്മുടെ എതിരാളിയാണ്. രാജഭരണത്തിനെതിരെ പ്രജകളിൽ തെറ്റായ ധാരണ ജനിപ്പിക്കുന്ന ശക്തനായ ശത്രു, റോമാ സാമ്രാജ്യത്തിന്റെ നിലനിൽപ്പിനെ ഭീഷണി മുഴക്കുന്നവൻ, സിംഹത്തെക്കാൾ ഗർജന ശക്തിയുള്ളവൻ. അവന്റെ ഗർജനം നാം നിശബ്ദമാക്കും. അതെ, അതാണ് വേണ്ടത്. അതിനുള്ള തന്ത്രം മെനയണം. രാജ്യദ്രോഹ കുറ്റം ചുമത്താനുള്ള അടവുകൾ പയറ്റണം. മഹാരാജൻ നീണാൾ വാഴട്ടെ. പ്രധാന വാർത്ത എന്തെങ്കിലും ധരിപ്പിക്കുവാനുണ്ടോ? സർവ്വസൈന്യാധിപന്റെ ഭാര്യമാരും സേവകന്റെ ഭാര്യയും മാനസാന്തരപ്പെട്ട് ക്രിസ്ത്യാനികളായി മാറി പ്രഭു. മതി. ക്രിസ്ത്യാനികൾ, നമ്മുടെ ഉറക്കം കെടുത്താൻ ഒരുമ്പെട്ടിരിക്കുന്ന ചാവേറുകൾ, മരിച്ചും മണ്ണടിഞ്ഞിട്ടും ക്രിസ്തു സാമ്രാജ്യം കെട്ടിപ്പടുക്കുവാനുള്ള പ്രേതാത്മാവിന്റെ ശക്തമായ കരങ്ങൾ അവന്റെ ശിഷ്യന്മാരിലൂടെ കൊടുങ്കാറ്റായി ആഞ്ഞടിക്കുന്നു. നീറോയുടെ തലയ്ക്ക് മീതെ അവന്റെ വാൾമുനെ ആടി നിൽക്കുമ്പോഴും കൈപ്പിടിയിൽ ഒതുങ്ങിയ പൊൻകതിർ പതിരായി പൊടിഞ്ഞു പോകുന്നു. സൈന്യാധിപ, പ്രഭു, അങ്ങ് കേട്ട വാർത്ത ശരി തന്നെ. എന്റെ ഭാര്യമാർ മാനസാന്തരപ്പെട്ട് ക്രിസ്ത്യാനികളായി മാറി. അങ്ങ് വിധിക്കുന്ന ഏത് ശിക്ഷയും അനുഭവിക്കാൻ അടിയൻ തയ്യാറാണ്. മുഖം നോക്കാതെ രാജ്യത്തിന് വേണ്ടി എന്റെ ഭാര്യമാരെയും ക്രൂരമായ ശിക്ഷയ്ക്ക് വിധേയമാക്കാൻ അങ്ങയുടെ ഉത്തരവിനായി അടിയൻ കാത്തിരിക്കുന്നു. നിന്ദ്യവും ക്രൂരവുമായ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നറിഞ്ഞിട്ടും സൈന്യാധിപന്റെ ഭാര്യമാർ വിശ്വാസം സ്വീകരിച്ചെന്ന വാർത്ത നാം ഞെട്ടലോടെയാണ് കേട്ടത്. വൃക്ഷക്കൊമ്പുകൾ മാത്രം മുറിച്ച് തീയിട്ടാൽ പോരാ, വൃക്ഷത്തിന്റെ അടിവേര് മുതൽ തീയിട്ട് ചാമ്പലാക്കണം. ഒരു വിത്ത് പോലും ഈ ഭൂമിയിൽ അവശേഷിക്കരുത്. രക്തസാക്ഷികളുടെ രക്തം ക്രിസ്ത്യാനികളുടെ വിത്താണെന്ന് അവർ ഉറക്കെ വിളിച്ചു പറയുന്നു. രാജ്യത്തെ ശിഥിലമാക്കുന്ന ചാരസംഘത്തെ ഉന്മൂലനം ചെയ്യുവാൻ നാം തീരുമാനിച്ചു. എങ്കിൽ ഇനി ഒട്ടും വൈകിക്കൂടെ പ്രഭു. ഇനിയുള്ള ഓരോ നിമിഷവും വളരെ വിലപ്പെട്ടതാണ്. നമ്മുടെ കണക്കുകൂട്ടലുകൾക്കപ്പുറവും ക്രിസ്ത്യാനികൾ വർദ്ധിച്ചു കാണാം. മർദ്ദനം ഭയന്ന് ഭൂമിക്കടിയിൽ ഗുഹകളുണ്ടാക്കി ക്രിസ്ത്യാനികൾ താമസിക്കുന്നുണ്ടെന്നാണ് അറിവ്. പ്രജകൾക്ക് നാശമില്ലാത്ത വിധത്തിൽ അതീവ രഹസ്യമായി തന്ത്രപൂർവം കാര്യങ്ങൾ നടപ്പിലാക്കണം. പത്രോസിനെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തണം. രാജ്യത്ത് ചാരപ്രവർത്തനം നടത്തി ജനങ്ങളെ രാജാവിനെതിരായി സംഘടിപ്പിക്കുന്നുവെന്ന് ആരോപിക്കണം. സൂര്യദേവനായ അങ്ങ് ദൈവമല്ലെന്നും ദൈവത്തിന്റെ സൃഷ്ടി മാത്രമാണെന്നും പറഞ്ഞ് ആക്ഷേപിക്കുന്നു. ഇതെല്ലാം പത്രോസിനെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്താൻ
മതിയായ കാരണങ്ങളാണ്. പത്രോസ് കുറ്റക്കാരനാണെന്നും രാജ്യദ്രോഹിയാണെന്നും നമ്മുടെ പ്രജകൾ നേരിട്ട് അനുഭവിച്ചറിയണം. അല്ലെങ്കിൽ അവന്റെ മരണശേഷം നസ്രായനായ യേശുവിന്റെ അനുയായികൾ വർദ്ധിക്കും. ഒരു പക്ഷേ റോമാ നഗരം ക്രിസ്ത്യാനികളുടെ ആസ്ഥാനമായി മാറും. അങ്ങയുടെ ചിന്തകൾ 100% ശരിയാകാനുള്ള സാധ്യത. ആ സാധ്യതകൾക്ക് ഇനി ഇടിമിന്നലിന്റെ ആയുസ്സേ ഉള്ളൂ. സൂര്യദേവനായ നമ്മുടെ ശക്തിയും പ്രതാപവും ആകാശത്തിന് കീഴിലുള്ള സർവ്വ പ്രജകൾക്കും അറിവുള്ളതാണ്. ചന്ദ്രനും താരാഗണങ്ങളും നമ്മുടെ നാമം കേട്ടാൽ വിറകൊള്ളും. സർവ്വസംഹാരം നടത്താൻ ശക്തിയും ഊർജവും ആർജിച്ച അടിമകൾ ആജ്ഞാനുവർത്തികളായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. നമ്മുടെ ആജ്ഞകൾക്ക് വിരങ്ങ് തടിയായി നിൽക്കുന്ന കൃമി കീടങ്ങളെ കത്തിച്ച് ചാമ്പലാക്കാൻ റോമ സാമ്രാജ്യാധിപനായ ഈ നീറോ മടിക്കില്ല. വെറും കണ്ണ് ചെമ്പുന്ന സമയം മാത്രം. സൈന്യാധിപ, ഗിരിയൻ പാലറ്റയും കുന്നുകളിലെ തടിപ്പുരകൾക്ക് തീകിടണം. തീ പടർന്നു പിടിക്കുവാൻ സാധ്യതയുള്ള ഭാഗങ്ങളിലെ ക്രിസ്ത്യാനികളല്ലാത്ത പ്രജകളെ രഹസ്യമായി മാറ്റിപ്പാർപ്പിക്കണം. തീനാളങ്ങൾ ആകാശം മുട്ട ഉയരട്ടെ. നാളത്തെ സൂര്യോദയത്തിന് മുൻപ് അത് സംഭവിച്ചിരിക്കണം. എല്ലാം രഹസ്യമായിരിക്കണം. പോകൂ. ഉത്തരവ്. അങ്ങയുടെ ആജ്ഞപ്രകാരം തടിപ്പുരകൾക്ക് തീവയ്ക്കാൻ ചാരന്മാരെ നിയോഗിച്ചു കഴിഞ്ഞു. ആ ഭാഗത്തുള്ള ക്രിസ്ത്യാനികളല്ലാത്തവരോട് മാറിപ്പോകാൻ രഹസ്യമായി നിർദ്ദേശിച്ചു. സഹായത്തിനായി പ്രബലരായ അടിമകളെയും ഉപയോഗിക്കുന്നുണ്ട്. ആ തീ ആളിപ്പടർന്ന് സംഹാര താണ്ഡവമാടട്ടെ. ഈ അനിയന്ത്രിതമായാൽ അവ അണയ്ക്കാൻ അടിമകളെ നിയോഗിക്കാൻ ആജ്ഞാപിച്ചാലും പ്രഭു. വേണ്ട, അത് നമ്മുടെ ലക്ഷ്യം കാണുന്നത് വരെ സർവവും കത്തി അമരട്ടെ. അഗ്നിയുടെ ചിറകുകൾ ആകാശത്തേക്ക് ഉയരുന്നു. രാക്ഷസിയായ അഗ്നിയുടെ വാതുരുന്ന് നമ്മുടെ കൊട്ടാരത്തെ ഗ്രസിക്കുമോ എന്ന് നാം ഭയക്കുന്നു. പത്രോസ് എന്ന അത്ഭുതത്തെ കുരുക്കിലിടാൻ ഇതിലും വലിയ തന്ത്രമില്ല. തിരുമനസേ, തടിപ്പുരകളിലെത്തി പട്ടണത്തിലേക്ക് വ്യാപിച്ചിരിക്കുന്നു. മർദ്ദനത്തെ ഭയന്ന് കുന്നിൻ ചെരുവുകളിലും ഗുഹകളിലും താമസിച്ചിരുന്ന ക്രിസ്ത്യാനികൾ തീയിൽ വെന്ത് മരിച്ചു പ്രഭു. രസിക്കട്ടെ, എല്ലാം കത്തിയമരട്ടെ. പ്രാണരക്ഷാർത്ഥം പ്രജകൾ റോമാനഗരം വിട്ട് ഓടിപ്പോകുകയാണ്. തീ കെടുത്തുവാനുള്ള ഒരു സംവിധാനവും ഇതുവരെ ചെയ്തിട്ടില്ല. എന്റെ ലക്ഷ്യം അസ്ഥാനത്തായില്ല. ആരെവിടെ? നമ്മുടെ വീണയെടുക്കൂ. തിരുമനസേ, പത്രോസ് എന്ന രാജ്യദ്രോഹിയെ ചങ്ങലയിൽ ബന്ധിച്ച് ഉടൻ നമ്മുടെ മുമ്പിൽ ഹാജരാക്കൂ. റോമാ പട്ടണം ശവപ്പറമ്പായി മാറിയിരിക്കുന്നു. കാക്കയും കഴുകനും കുറുനരികളും വെന്ത് കരിഞ്ഞ മാംസകഷ്ണങ്ങൾക്കായി മത്സരിക്കുന്നു. കത്തിയമർന്ന റോമ പട്ടണത്തിന് പുതിയ രൂപവും ഭാവവും കൊടുത്ത് ലോകോത്തര നഗരമാക്കുവാൻ നമുക്ക് കഴിയും. എന്നാൽ സാമ്രാജ്യത്തെ തകർത്ത് ശിഥിലമാക്കാൻ ഒരുമ്പെട്ടിരിക്കുന്ന നശീകരണ ശക്തികളെ വേരോടെ പിടിവെറിഞ്ഞില്ലെങ്കിൽ പടുത്തുയർത്തുന്നത് പട്ടണമായാലും പറുദീസയായാലും അത് പാഴ്വേലയായിരിക്കും. പൊള്ളലേറ്റ് വേദന കൊണ്ട് പൊളയുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും കരച്ചിൽ കേട്ട് ജീവിച്ചിരിക്കുന്ന ക്രിസ്ത്യാനികൾ അവരെ രഹസ്യമായി ശുശ്രൂഷിക്കുന്ന വാർത്ത ചാരന്മാർ മുഖേന അറിയുന്നു. രക്തച്ചൊരിച്ചിലും ദീനരോധനങ്ങളും കേട്ട് കരളലിയുന്നവനല്ല നാം. നമുക്കെതിരെ വിരൽ ചൂണ്ടുന്നവരെ ക്രൂരമായി ശിക്ഷിച്ചാനന്ദം കൊള്ളുന്നവനാണ് നീറോ. വീടുകൾ കത്തിയെരിഞ്ഞ് അന്തിയുറങ്ങാൻ ഇടമില്ലാതെ തണുത്തു വിറച്ച് തെരുവിൽ കിടന്നുറങ്ങുന്നവരിൽ ഏറെയും ക്രിസ്ത്യാനികളാണ്. എന്റെ ലക്ഷ്യം തെറ്റിയില്ല. കിടപ്പാടം നഷ്ടപ്പെട്ട് തെരുവിൽ അനാഥരായി അലഞ്ഞു തിരിയുമ്പോൾ നസറായനായ യേശു അവർക്ക് താങ്ങും തണലുമായി വരുമോ എന്ന് നമുക്ക് കാണാം.
അവരുടെ നേതാവ് പത്രോസിന്റെ ജീവൻ ഇഹലോകവാസം വെടിയാൻ വിരലിലെണ്ണാവുന്ന നിമിഷങ്ങൾ മാത്രം. സൂര്യദേവനായ നാമാണോ വിവരം കെട്ട പത്രോസാണോ അവരുടെ സംരക്ഷകനെന്ന് പ്രജകൾ തിരിച്ചറിയട്ടെ. ഗതി കിട്ടാത്ത പ്രേതങ്ങളെ പോലെ ഊരു ചുറ്റി തിരിയുമ്പോൾ റോമൻ സാമ്രാജ്യാധിപനായ അങ്ങയുടെ കാൽ കീഴിൽ വന്ന് കരഞ്ഞുച്ചത്തിൽ വിളിച്ചു പറയും, മഹാരാജാവേ, അവിടുന്നാണ് ഞങ്ങളുടെ ദൈവമെന്ന്. അതെ, നാമാണ് അവരുടെ ദൈവമെന്ന് അവർ ഉറക്കെ വിളിച്ചു പറയട്ടെ. ഗർജിച്ചു വരുന്ന സിംഹങ്ങളെ പോലും നിശബ്ദമാക്കാൻ കഴിവുള്ള നിന്റെ മാന്ത്രിക വിദ്യ എവിടെ പോയി? രോഗികളെയും അംഗവൈകല്യമുള്ളവരെയും സുഖപ്പെടുത്തിയ നിന്റെ അത്ഭുത സിദ്ധി നമ്മുടെ സഭാംഗങ്ങൾ നേരിട്ടൊന്ന് കണ്ട് ആസ്വദിക്കട്ടെ. കാണിക്ക്. ആകാശത്തിന് കീഴിലുള്ള സകല മനുഷ്യരും അങ്ങയുടെ തൃപ്പാദങ്ങളിൽ വീണ് നമസ്കരിക്കുന്നു. കടപ്പുറത്ത് കടലിന്റെ കയത്തിൽ ഇര തേടുന്ന ഇവൻ സാമ്രാജ്യാധിപനെ വണങ്ങാൻ മടിച്ചു നിൽക്കുന്നു. ഇതിന് അഹങ്കാരത്തിനപ്പുറം ഭരണാധിപനോടുള്ള അധിക്ഷേപത്തിന്റെ അർത്ഥമുണ്ട്. പ്രജകളിൽ ഇളയവനായ ഞാൻ മഹാരാജാവിനെ അധിക്ഷേപിക്കാൻ ശ്രമിച്ചിട്ടില്ല. രോഗികളും അംഗവൈകല്യമുള്ളവരും സുഖം പ്രാപിച്ചത് ഒരു സാധാരണ മനുഷ്യനായി എന്റെ കഴിവ് കൊണ്ടല്ലെന്ന് രാജസമക്ഷം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. യേശുവിന്റെ നാമത്തിലാണ് അവർ സുഖം പ്രാപിച്ചത്. സഭാംഗങ്ങളെ പറഞ്ഞ് വിഡ്ഢികളാക്കാൻ നോക്കണ്ട. അവന്റെ പേര് പറഞ്ഞാൽ രോഗങ്ങൾ മാറുമെന്ന് പറയുന്നത് കല്ല് വെച്ച നുണ. ഗലീലി കടപ്പുറത്ത് ഉടില് വെച്ച് കെട്ടി കടലിന്റെ കനിവിലായി കൈനീട്ടി നിൽക്കുന്ന വെറും അർത്ഥപ്പട്ടിണിക്കാരനല്ല ഇവൻ. മറിച്ച് ഗൂഢതന്ത്രങ്ങൾ മെനഞ്ഞ് ശത്രുരാജ്യം പിടിച്ചടക്കുന്ന പടനായകനെ പോലെയാണ്. ഇവനു നേരെ വാളോങ്ങുമ്പോൾ കായിക ബലത്തെക്കാൾ ബുദ്ധിപരമായ നീക്കങ്ങൾ നടത്തണം. ജനങ്ങളിൽ ചിന്താക്കുഴപ്പമുണ്ടാക്കി അവരെ രാജഭക്തിയിൽ നിന്ന് അകറ്റി യേശുവിന്റെ നാമത്തിൽ ഭരണകൂടം സ്ഥാപിക്കാനുള്ള ഗൂഢതന്ത്രമാണ് ഇവന്റെ പ്രവൃത്തിയുടെ പിന്നിൽ. ഇതൊക്കെ അധികാരത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന അങ്ങയെപ്പോലുള്ളവർ ജനങ്ങളിൽ തെറ്റിദ്ധാരണ പരത്തുവാൻ വിളിച്ചു പറയുന്ന അന്യായമായ ആരോപണങ്ങളാണ്. സഭാംഗങ്ങൾക്ക് നേരെ കുറ്റം ആരോപിക്കുക. യേശുവിന്റെ മാർഗത്തിൽ നിന്നും പിന്തിരിപ്പിക്കാമെന്ന് വിചാരിക്കേണ്ട. ക്രിസ്തുവിന്റെ സുവിശേഷത്തിലൂടെ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുവാൻ ജനങ്ങളെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. സഭാംഗങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ രാജ്യത്തെ എന്റെ അധീനതയിൽ വരുത്തി ഭരണകൂടം സ്ഥാപിക്കുന്നത് എന്റെ ധർമ്മമല്ല. നീ ജനങ്ങളെ നമുക്കെതിരെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. അങ്ങയുടെ ആവശ്യം എന്റെ രക്തമാണ്. എന്റെ ഗുരുവിനോട് നിങ്ങൾ ഇത് തന്നെയാണ് ചെയ്തത്. സ്വന്തം രാജ്യത്തെ ജനങ്ങൾക്ക് നന്മ വിതറി നീതിപാലനം നടത്തേണ്ട അധികാരി ഭീകരതയിലും മസാൻമാർഗികതയിലും മുങ്ങിക്കുളിച്ച് ലോകത്തിന് മുമ്പിൽ മ്ലേച്ഛനാകുന്നു. നിന്റെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ തന്നെ നിനക്ക് നമ്മോടുള്ള അനാദരവും വിദ്വേഷവും എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കുവാൻ നമ്മെ പ്രാപ്തനാക്കും. ഞാൻ പറഞ്ഞ വാക്കുകൾക്ക് ദുർവ്യാഖ്യാനം നൽകി എന്നെ കുറ്റവാളിയാക്കാനാണ് സഭാംഗങ്ങൾ ശ്രമിക്കുന്നത്. റോമ ഭരണാധികാരികളിൽ നിന്നും നീതി ലഭിക്കുകയില്ലെന്ന് എനിക്കുറപ്പുണ്ട്. രക്തസാക്ഷികളുടെ രക്തം ക്രിസ്തുവിനായി സമർപ്പിക്കുമ്പോൾ അവരുടെ ജീവിതം ധന്യമായി. ഇവന് മരണത്തെ പോലും ഭയമില്ല. ഏതോ ദുരാത്മാവ് ഇവന്റെ അന്തരാത്മാവിനെ വലയം ചെയ്തിരിക്കുന്നു. ജീവിച്ചിരിക്കുമ്പോൾ നിറവേറ്റാൻ സാധിക്കാതിരുന്ന പകയും വിദ്വേഷവും തീർക്കാൻ ആ ദുഷ്ടാത്മാവ് ഇവനെ കരുവാക്കുന്നുണ്ട്. ആ ദുരാത്മാവ് മറ്റാരുമല്ല, ഇവന്റെ നേതാവും ഗുരുവുമായ യേശു തന്നെ. അസംബന്ധം. ശത്രുക്കളെ സ്നേഹിക്കുമെന്ന് ഉപദേശിച്ചവനാണ് ക്രിസ്തു. സത്യത്തിന്റെ പൊൻവെളിച്ചം പാരിൽ പരത്തുവാൻ മാനവർക്കായി ഉദയം ചെയ്ത ദിവ്യപ്രകാശം. മർത്യലോകത്തിന്റെ രക്ഷയ്ക്കായി അയക്കപ്പെട്ടവനെ നിർമ്മലമായ പനിനീർപ്പൂവിനെ പിച്ചി ചീന്തുന്ന കസ്മലനെ പോലെ നിങ്ങൾ അവനെ നിഷ്കരണം മർദ്ദിച്ച് കുരിശിലേറ്റി വേദനയേറ്റ് പിടയുമ്പോഴും പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്നാണ് അപേക്ഷിച്ചത്. എന്നിട്ടും നിങ്ങൾ അവനെ പകയുള്ളവരെന്ന് വിളിക്കുന്നു. റോമാ സാമ്രാജ്യത്തിന്റെ തകർച്ച സമീപിച്ചിരിക്കുന്നു. പക്ഷേ ക്രിസ്തു രാജ്യത്തെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല. ക്രിസ്തു സർവശക്തിക്കും അധിപനാണ്. നിർത്തൂ. മതി.
മതി നിന്റെ സുവിശേഷം. റോമാ സാമ്രാജ്യത്തിന്റെ തകർച്ച കാണാൻ കൊതിക്കുന്ന ഈ രാജ്യദ്രോഹിയെ വധശിക്ഷയ്ക്ക് വിധിക്കണം. രാജഭരണത്തെയും രാജാവിനെയും ആക്ഷേപിച്ച ഈ ധിക്കാരിയെ ഇന്ന് തന്നെ വധിക്കണം. അതെ, അങ്ങയുടെ രാജാരോഹണത്തിന്റെ 10ാം വാർഷികം ആഘോഷിക്കുന്ന ഇന്ന് തന്നെ ഇവനെ വധിച്ച ആ സുദിനം നമുക്ക് ആഘോഷിക്കണം. അതെ, ഇന്ന് തന്നെ ഇവനെ വധിക്കണം. സൈന്യാധിപ പ്രഭു, റോമ പട്ടണത്തെ അഗ്നിക്കിരയാക്കി നമ്മുടെ ഭരണകൂടത്തിനെതിരെ ജനങ്ങളെ സംഘടിപ്പിച്ച് രാജ്യത്തെ തകർക്കാൻ ശ്രമിച്ച യേശുവിന്റെ പ്രമുഖ ശിഷ്യനായ പത്രോസ് എന്ന ഇവനെ രാജ്യദ്രോഹിയായി നാം പ്രഖ്യാപിക്കുന്നു. നസ്രായനായ യേശുവിനെ കുരിശിലേറ്റ് വധിച്ചതുപോലെ ഇവനെയും കുരിശിലേറ്റ് വധിക്കുവാൻ നാം ആജ്ഞാപിക്കുന്നു. ക്ഷമിക്കണം പ്രഭു, എന്റെ ഗുരുവും രക്ഷകനുമായ യേശു മരിച്ചതുപോലെ മരിക്കുവാനുള്ള യോഗ്യത എനിക്കില്ല. അവന്റെ എളിയ ശിഷ്യനായ എന്നെ തല കീഴായി കുരിശിലേറ്റണമെന്ന് അപേക്ഷിക്കുന്നു. വിചിത്രമായിരിക്കുന്നു, മരണത്തെ പോലും ഭയമില്ലാത്തവൻ. സൈന്യാധിപ, ഇവന്റെ ആഗ്രഹപ്രകാരം പത്രോസ് എന്ന ഇവനെ തല കീഴായി കുരിശിലേറ്റ് വധിക്കൂ. എന്റെ യേശുവേ, എന്റെ യേശുവേ, എന്റെ യേശുവേ, എന്റെ യേശുവേ, എന്റെ യേശുവേ.